എല്ലാവരും കണ്ണൊക്കെ തുറന്നിരിക്കേ. ഇപ്പം കണ്ണടയ്ക്കണ്ട കേട്ടോ. കണ്ണൊക്കെ തുറന്ന് ഈ പ്രയർ ഹാളിലൊക്കെ ഒന്ന് നോക്കിക്കേ. ചുറ്റുപാടുമൊക്കെ ഒന്ന് എല്ലാ ഭാഗവും നോക്കിക്കേ. എല്ലാവരും നോക്കുക. മുകൾ ഭാഗം, താഴെ, പുറകിലൊക്കെ നോക്കിക്കുക. മനോഹരമായ ബാൽക്കണിയുണ്ട്, വലിയൊരു ഫാനുണ്ട്, മനോഹരമായ സ്റ്റേജ്. ഫീസറോൾ ഇത് മനോഹരമായിരിക്കുന്നല്ലേ? ആണോ? മനോഹരമാണോ? ഇത്ര മനോഹരമാകാനുള്ള കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഫീസറോൾ ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ കാരണം ഇതാണ്. നമുക്കറിയാം, കഴിഞ്ഞ നൈറ്റ് വിജിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ജോൺ പോൾ II ചാപ്പലിലാണ്. ആൾക്കാരുമില്ലാതെ ചാപ്പലിൽ വെച്ചാണ് നടത്തുന്നത്. ലോക്ക്ഡൗൺ ആരംഭിച്ചു. അപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിലെ നൈറ്റ് വിജിലിൽ പങ്കെടുത്തവർക്കറിയാം, നൈറ്റ് വിജിലിന് സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. നിങ്ങളൊന്ന് മുകളിലേക്ക് നോക്ക്. അപ്പോൾ ആൾക്കാരൊക്കെ മുകളിലേക്ക് നോക്കി. നമ്മുടെ പ്രാർത്ഥനാ ഹാൾ ഇതാണത്. അതിൻ്റെ മുകളിലത്തെ ഷീറ്റെല്ലാം കീറിപ്പോയി. അതുകൊണ്ട് നമുക്കതിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. ഇപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മാറ്റാനുള്ള പൈസയൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് അന്ന് നൈറ്റ് വിജിലിൽ ശുശ്രൂഷ നയിച്ചത് സജിത് ജോസഫ് എന്ന ബ്രദറാണ്. നൈറ്റ് വിജിലിൻ്റെ അവസാന ആരാധനയുടെ സമയത്ത് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ സജിത് ജോസഫ് എൻ്റെ നേരെ തിരിഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ശ്രീ ബ്രദറെ, ഈ മനോഹരമായ വലിയൊരു ഓഡിറ്റോറിയം ഇവിടെ പണിയുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം പൊളിച്ചു മാറ്റും, വലിയൊരു ഓഡിറ്റോറിയം ഇവിടെ പണിയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനമാണ്, കർത്താവ് നൽകിയ പ്രവചനം. പക്ഷേ എന്ത് ചെയ്യാം, ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആരംഭിച്ചു. എല്ലാം അടച്ചു പൂട്ടി. പിന്നെ എങ്ങനെയാണ് പണിയുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ അനൗൺസ് ചെയ്തത് മുകളിലത്തെ ഷീറ്റ് മാറ്റുക, ഒരു 5-8 ലക്ഷം രൂപ മുടക്കി ഷീറ്റ് മാറ്റിക്കുന്നത് മാത്രമാണ്. ഈ പ്രയർ ഹാൾ പൊളിച്ചു മാറ്റുവാനോ വേറെ പണിയാൻ നമുക്ക് ലക്ഷ്യമില്ലായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, എല്ലാം പൊളിച്ചു മാറ്റും, മനോഹരമായൊരു ഓഡിറ്റോറിയം പണിയും. 2021 ജൂണിന് മുമ്പായി ഇവിടെ ഒരു മനോഹരമായ ഓഡിറ്റോറിയം പണിയപ്പെടുമെന്ന് സജിത് ബ്രദർ അന്ന് പ്രസ്താവിക്കുകയാണ്. ഒരു കർത്താവിൻ്റെ മെസ്സേജ്. ലോക്ക്ഡൗൺ ആരംഭിച്ചു. മാർച്ച് അവസാനത്തോടെ എല്ലാം അടച്ചുപൂട്ടി. ഈ പ്രയർ ഹാളൊക്കെ നാളുകളോളം അടച്ചുപൂട്ടി. എല്ലാ പ്രാർത്ഥനകളും ചാപ്പലിൽ വെച്ച് മാത്രമായി. ഒരു ദിവസം രാവിലെ വരുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഈ നമ്മുടെ ഈ പ്രയർ ഹാള് സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റിനടുത്തായതുകൊണ്ട്, അടുത്ത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൽ നിന്ന് കുരങ്ങന്മാർ കയറി വന്ന് നമ്മുടെ പഴയ ഓഡിറ്റോറിയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള മുഴുവൻ ഷീറ്റുകളും കീറിക്കളഞ്ഞു. അപ്പോൾ പെയ്യുന്ന മഴയെല്ലാം ഇതിനുള്ളിലേക്കായി ഇതിങ്ങനെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ഷീറ്റ് മാറ്റാൻ നിർബന്ധിതരായി. അതിനുവേണ്ടി ഷീറ്റ് മാറ്റാൻ വേണ്ടി മുകളിൽ കയറി പണി ആരംഭിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അതിന് മുകളിലുള്ള എല്ലാ കമ്പികളും തുരുമ്പ് പിടിച്ച് ദ്രവിച്ചു. പിന്നീട് അത് മാറ്റി, അങ്ങനെ മാറ്റി യഥാർത്ഥത്തിൽ ഈ ഓഡിറ്റോറിയം മുഴുവൻ പൊളിച്ചു പണിതു. മനോഹരമായ ഒരു ഓഡിറ്റോറിയം ഇവിടെ പണിതുയർത്തി. മെസ്സേജ് ഇതാണ്, 2021 ജൂണിന് മുമ്പായി മനോഹരമായി ഓഡിറ്റോറിയം പണിയുമെന്ന്. അന്ന് ഈശോ പറഞ്ഞ വാഗ്ദാന പ്രകാരം ഈശോ പണിയിച്ചെന്ന മനോഹരമായ ഓഡിറ്റോറിയമാണ് നാം ഇവിടെ ഇരുന്ന് പങ്കെടുക്കുന്ന നൈറ്റ് പങ്കെടുക്കുന്ന ഓഡിറ്റോറിയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ സാഹചര്യങ്ങളും മാറ്റിമറിക്കപ്പെട്ടു. എല്ലാ സാഹചര്യങ്ങളും നെഗറ്റീവായിട്ട് മാറി. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിട്ട് മാറി. ഓഫീസുകൾ വരെ അടച്ചുപൂട്ടപ്പെട്ടു. നമുക്കറിയാം, എല്ലാം അടച്ചുപൂട്ടി. പക്ഷേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്, അവൻ വാക്ക് മാറ്റിയില്ല. നമ്മുടെ ദൈവം വാക്ക് മാറ്റാത്തൊരു കർത്താവാണ്. നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ വിശ്രമിച്ചപ്പോഴൊക്കെ ദൈവം തൻ്റെ വാഗ്ദാനത്തിൽ നിലനിന്നു. മനോഹരമായ ഒരു പ്രയർ ഹാൾ, ദൈവത്തിൻ്റെ സ്വപ്നം. അത് ദൈവം പറഞ്ഞ സമയത്തിന് തികവിൽ നമുക്കായി പണിതു തന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഇവിടെ ഞാനിത് പറഞ്ഞു വന്നത് ഇത് ദൈവത്തിൻ്റെതാണ് തെളിയിക്കാനും, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ഒരു വൈറസിനോ ഒരു മഹാമാരിക്കോ സാധ്യമല്ല. നമ്മളെ നശിപ്പിക്കാൻ ഒരു തിന്മയ്ക്കോ ഒരു രോഗപീഠകൾക്കോ സാധ്യമല്ല.
കർത്താവ് പറയാ, ഞാൻ സകല ജനത്തിൻ്റെ ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? അവൻ സകല ഭർത്തിയുടെയും ദൈവമായ കർത്താവാണ്, അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. അതാണ് ഈ ഓഡിറ്റോറിയത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച സത്യമിത. തിരിച്ചറിയേണ്ടത് ഇതുപോലെ തന്നെയാണ് നമ്മുടെയും ജീവിതങ്ങളും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ. മഹാമാരികൾ മാറി മാറി വരും, രോഗപീഠകൾ മാറി മാറി വരും, തകർച്ചകൾ മാറി മാറി വരും. ഒരു തകർച്ച കഴിയുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു ദുരിതം കഴിയുമ്പോൾ വീണ്ടും മഹാമാരികളും രോഗങ്ങളും ദുരിതങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു ദൈവ പൈതലിനെ, ഒരു ദൈവ വിശ്വാസിയെ, ഒരു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ തകർക്കാൻ, നശിപ്പിക്കാൻ ഇതിനൊന്നും സാധ്യമല്ല എന്ന് കർത്താവ് തെളിയിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് ഒരു വലിയൊരു പാഠമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം, കൊറോണയിലൂടെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷേ ആ നഷ്ടത്തെ നികത്താൻ കർത്താവിന് പറ്റും. ജോലി നഷ്ടപ്പെട്ടവർ അനേകരുണ്ടായി, അതിനേക്കാൾ നല്ലത് തരാൻ ദൈവത്തിന് പറ്റും. തകർന്ന അനേക ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, തകർന്ന അനേക കുടുംബങ്ങളുണ്ട്. എല്ലാം മാറ്റിത്തരാൻ, എല്ലാം മാറ്റാൻ കർത്താവ് യേശുവിന് പറ്റും. അവൻ വാക്ക് മാറ്റാത്ത ഒരു ദൈവമാണ്. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഒരു കർത്താവാണ്. യെരമ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാം വചനം, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ ഒരു പദ്ധതി എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും നമ്മുടെ കർത്താവിനുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മെ അകറ്റാൻ ലോകത്തിൽ ആർക്ക് പറ്റും? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മാറ്റാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ഒരു കാര്യം ഈശോ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. നിന്നെക്കുറിച്ച് ശുഭമായ ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ടെന്ന് കർത്താവായ യേശു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു ദൈവം അവനെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് യേശു പറഞ്ഞാൽ നിന്റെ കുടുംബം ഒരു അനുഗ്രഹമായിട്ട് മാറും. ഇതിനെ തടയാൻ ലോകത്തിൽ മറ്റാർക്കും സാധ്യമല്ല. യെശയ്യാ പ്രവചന പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ മറക്കില്ല. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം, അത്രമാത്രം കരുതുന്ന ഒരു ദൈവം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഇങ്ങനെ വളരെ രസകരമായ കഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നോട് പറയുകയാണ്, ബ്രദറെ, കർത്താവ് എനിക്ക് വേണ്ടി പാലിനെ നെയ്യാക്കി മാറ്റി. നമുക്കറിയാം, പാല് അല്ലേ, പശുവിൻ പാലാണ് ഗീ നെയ്യായിട്ട് മാറ്റുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി പാല് നെയ്യാക്കി മാറ്റി. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് വേണ്ടി പാലിനെ നെയ്യാക്കി മാറ്റി. അപ്പം ഞാൻ ചോദിച്ചു, അത് സാധാരണ പാല് നെയ്യായിട്ട് മാറുന്നതാണല്ലോ, ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ സംഭവം എങ്ങനെയാണ്? അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കൂലിപ്പണിക്കാരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് 5 കുഞ്ഞുങ്ങളുണ്ട്. അഞ്ചാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുകയാണ് ജീവിത പങ്കാളി. അപ്പോൾ അത് വളരെ ദാരിദ്ര്യത്തിൽ കടന്നു പോകുന്ന കുടുംബത്തിലെ കുടുംബനാഥ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, കുറച്ച് നെയ്യ് കിട്ടിയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കാമായിരുന്നു, നെയ്യ് കിട്ടിയാൽ നല്ലതായിരുന്നു. പക്ഷേ ഒരു കുപ്പി നെയ്യ് മേടിക്കാനുള്ള പണം, ആസ്തി ഈ വ്യക്തിയുടെ കയ്യിലില്ല. ഇവൻ കർത്താവിൻ്റെ വിരുദ്ധ, കർത്താവേ നെയ്യ് ആവശ്യമാണ്, എനിക്ക് നെയ്യ് തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇവൻ പറയുകയാണ്, ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ചയാണ്. ഞായറാഴ്ച ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിയുമ്പോൾ, എല്ലാ പ്രാവശ്യവും കുർബാന കഴിയുമ്പം പള്ളിയിൽ ഇങ്ങനെ ആരെങ്കിലും പാല് കൊണ്ടുവെക്കും, പാല് ലേലം വിളിക്കും. അതുപോലെ തന്നെ അവിടെ പാല് ലേലം വെച്ചു. ഞാൻ 40 രൂപ കൊടുത്ത് 1 ലിറ്റർ പാല് ലേലം വിളിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പം കൈ ഇങ്ങനെ തെന്നുന്നുണ്ട്. കാരണം ഈ പാല് കുപ്പി കടലാസിൽ പൊതിഞ്ഞതാണ്, കൈ തെന്നുന്നുണ്ട്. ഞാൻ എന്താണെന്നറിയാൻ വേണ്ടി കടലാസ് അഴിച്ചു നോക്കുമ്പോൾ അത് പാലല്ല, 1 ലിറ്റർ നെയ്യായിരുന്നു. അവൻ പറയുക, കർത്താവ് എനിക്ക് നെയ്യ് ചെയ്തു. ഇവൻ പറഞ്ഞു, ഞാൻ ഇതുമായി നേരെ തിരിച്ച് വഴിയിലേക്ക് ചെന്നു, വികാരിച്ചിലേക്ക് കൊടുത്തു. പച്ചൻ പറഞ്ഞു, നീ ലേലം വിളിച്ചതല്ലേ, ലേലം വിളിച്ചാൽ വിളിച്ചതാണ്, നീ ഇതുകൊണ്ട് പൊക്കോ.
പറയാണ് 40 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് മുകളിലുള്ള നെയ്യ് 40 രൂപയ്ക്ക് പറയാ, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പാലിനെ നെയ്യാക്കി തന്നു. അവൻ പറഞ്ഞ ഒരു ചെറിയ സംഭവമാണ്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഒത്തിരി വേദനിച്ച മനുഷ്യൻ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ, അവൻ പറഞ്ഞു ഈശോ അവന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു എന്ന് ഈ യുവാവ് സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ കർത്താവ്, ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ യേശു. ഞാൻ ആദ്യം പറഞ്ഞു ഈ ഓഡിറ്റോറിയത്തെക്കുറിച്ച്. അത് തന്ന കർത്താവ്, വാക്ക് വ്യത്യാസം കാണിക്കാത്ത ദൈവം. കാര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു, സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിക്കപ്പെട്ടു. ആരും ഒരിക്കലും ചിന്തിച്ചില്ല, ശാലോമിലുള്ള ഞങ്ങൾ പോലും ചിന്തിച്ചില്ല ഇവിടെ മറ്റൊരു ഓഡിറ്റോറിയം പണിയുമെന്ന്. ഇങ്ങനെ ചിന്തിച്ചു, ഒരു ഓഡിറ്റോറിയം പണിയാൻ ആരംഭിച്ചാൽ എത്രയോ മാസം വേണം, അതിനൊരു പണമില്ല. മാത്രമല്ല ആ സമയത്തൊക്കെ എവിടെ പ്രാർത്ഥനകൾ നടത്തും, എവിടെ നൈറ്റ് വിജിൽ നടത്തും. പക്ഷേ ദൈവം എല്ലാം ഏറ്റവും മനോഹരമായി, ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായി ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ നിന്ന് ക്രമീകരിച്ചു. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ആ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ പാലിനെ നെയ്യാക്കി കൊടുത്ത കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആ കർത്താവ് നിന്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം ചെയ്യും. ആ കർത്താവ് ഇസ്രായേലിനെ പരിപാലിക്കുന്നവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നുമില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നുമില്ല. ഒരിക്കലും മയങ്ങാതെ, ഒരിക്കലും ഉറക്കം തൂങ്ങാത്ത ഒരുവനെയാണ് പ്രിയമുള്ളവർ ഞാനും നീയുമൊക്കെ ദിവസവും യേശുവേ എന്ന്, ദൈവമേ എന്ന്, കർത്താവേ എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനാൽ ആ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും എല്ലാം അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകളടയ്ക്കാം. മാർച്ച് മാസത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഷീറ്റ് മാറ്റാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് ദൈവത്തിൻ്റെ പ്രവാചകൻ പ്രവചിച്ചു, ഇതാ മനോഹരമായ ഒരു ഓഡിറ്റോറിയം കർത്താവ് ജൂൺ മാസത്തിന് 21 ജൂണിന് മുമ്പായി തരുന്നു. എല്ലാവരും ആ സന്ദേശങ്ങൾ മറന്നു, ഞങ്ങളാരും ആ സന്ദേശം ഓർത്തില്ല. പക്ഷേ ദൈവം അത് മറന്നില്ല. സാഹചര്യങ്ങൾ മാറ്റിമറിക്കപ്പെട്ടു, കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആയി, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിട്ട് വന്നു. അനുകൂലമായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്, കർത്താവിൻ്റെ വാഗ്ദാനം. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്, ഒരിക്കലും വാക്ക് മാറ്റാത്ത ദൈവം. ആ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി ഇന്ന് അവൻ പ്രവർത്തിക്കും. നിന്റെ മക്കൾക്ക് വേണ്ടി അവൻ ഇന്ന് പ്രവർത്തിക്കും. നിന്റെ സാഹചര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവം പ്രവർത്തിക്കും. അതിനാൽ വിശ്വസിക്കണം, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ. ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിൻ്റെ വേദന കണ്ട്, കണ്ണുനീർ കണ്ട്, അവന് വേണ്ടി പാലിനെ അവൻ നെയ്യാക്കി മാറ്റി കൊടുത്തു. അവൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് പാലിനെ നെയ്യാക്കി തന്നു. എനിക്കിത് മേടിക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല, അസാധ്യമാണ്. എന്നാൽ എന്നെക്കുറിച്ച് കരുതുന്ന എൻ്റെ ദൈവം അത് തന്നു. ആ യേശു, ആ ദൈവം, ആ കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയോ അധികമായി നന്മകൾ ചെയ്യും. രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, അത്യുന്നതനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം എന്നേറ്റു പറയുന്നു, അങ്ങാണ് എൻ്റെ കർത്താവ് എന്നേറ്റു പറയുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെയും എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ കണ്ണുനീരുകളെ സമർപ്പിക്കുന്നു, എൻ്റെ വേദനകളെ സമർപ്പിക്കുന്നു, എൻ്റെ അലച്ചിലുകളെ സമർപ്പിക്കുന്നു, എൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിന് ശക്തി പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടട്ടെ. കർത്താവ് യേശുവിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണട്ടെ. യേശു ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. യേശു, 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 അവനാരിലും മതിയായവൻ. യേശു, 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 അവനാരിലും
ഇരിക്കും. അടുത്ത വചന സന്ദേശം നൽകുന്നത് ഷാലോം കൺവെൻഷൻ ടീം അംഗമായ ബ്രദർ തോമസ് കുമളിയാണ്. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് അതിശക്തമായ രീതിയിൽ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ സുവിശേഷ ശുശ്രൂഷകനാണ് ബ്രദർ തോമസ് കുമളി. കേരളത്തിനകത്തും പുറത്തുമൊക്കെ അനേക കൺവെൻഷനുകളിലും വചന വേദികളിലൊക്കെ വലിയൊരു തീതാളമായി ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു. അതിന് വേദിയിലേക്ക് ബ്രദർ തോമസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പരിശുദ്ധിയുള്ള വിമല ഹൃദയത്തിലേക്ക് ഈ രാത്രിയിലെ എല്ലാ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയുടെ അമ്മയാണല്ലോ പരിശുദ്ധി അമ്മ, വചനത്തിൻ്റെ അമ്മയാണല്ലോ പരിശുദ്ധി അമ്മ. വചനത്തെ 9 മാസവും 9 ദിവസവും ഉദരത്തിലിട്ട് വളർത്തി പരിശുദ്ധ മറിയം വിരിച്ചിട്ട കീറത്തുണിയിലാണ് ഈശോ മിശിഹ പറന്നു വീഴുന്നത്. ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? എൻ്റെ വചനം പാലിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരി. ഈശോ പറഞ്ഞില്ലേ, മറിയത്തിൻ്റെ അത്രയും വചനം പാലിച്ച വ്യക്തി ഭൂലോകത്തുണ്ടായിട്ടില്ല. ഒരു യഹൂദ സ്ത്രീ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് ആദ്യം പഠിപ്പിക്കുന്നത് വചനമാണ്. ഈശോ മിശിഹായെ മടിയിലിരുത്തി അമ്മ മാതാവ് പഠിപ്പിച്ച ആദ്യത്തെ വചനമാണ്, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈശോ മിശിഹ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ മധ്യേ 3 ആണികൾ തൂക്കപ്പെട്ട് പിടയുന്ന സമയത്ത് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധ അമ്മ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥന, ആ വചനമാണ് പറയുന്നത്, എല്ലാം പൂർത്തിയായി എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. പരിശുദ്ധ അമ്മയെ രാത്രിയിൽ ലോകം മുഴുവൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 2:31, അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും അവർക്ക് കൊടുക്കണമേ. വചനം കേൾക്കുവാൻ എല്ലാ മക്കളുടെ ഹൃദയങ്ങളെ ലൂക്കാ സുവിശേഷം 24:45 വചനത്തിലൂടെ കർത്താവെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 1:19 നീതിമാനായ യോസേഫ് പിതാവേ, വിശുദ്ധ മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ മാലാഖേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ കാവൽ മാലാഖമാരെ, പേരിന് കാണക്കാരെ, വിശുദ്ധരെ, വിശുദ്ധകളെ, രക്തസാക്ഷികളെ, സഭാപിതാക്കന്മാരെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരും തകർന്നവരുമായ എല്ലാ കുടുംബങ്ങളെ, നിരാശപ്പെട്ട കുടുംബങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിലൂടെ ഖാനായിലെ കല്യാണ വിരുന്നിൽ തനിക്ക് സ്വന്തമായിരുന്ന പ്രിയപ്പെട്ട മകനെ ഒരു കുടുംബത്തിന് വേണ്ടി പങ്കുവെക്കാൻ തയ്യാറായ പരിശുദ്ധ അമ്മേ, തകർന്നുപോയ മക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്, വേദനിക്കുന്ന മക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്, രോഗത്താൽ വലയുന്ന മക്കൾ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി അമ്മ ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു ചെറിയ അനുഭവം പറഞ്ഞ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ പൈശാചിക ശക്തി ബാധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയും കൊണ്ട് ആ കൺവെൻഷൻ സംഘടിപ്പിച്ച സംഘാടകര്
എൻ്റെ ആത്മീയ പിതാവായ വൈദികൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ പെൺകുട്ടിയുടെ സ്വഭാവം ഇതാണ്: പരിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുപോയി അത് നശിപ്പിക്കുന്ന പെൺകുട്ടിയാണ്. എന്ന് വെച്ചാൽ ബ്ലാക്ക് മാസിൽപ്പെട്ട പെൺകുട്ടിയാണ്, സാത്താൻ പൊസസ് ചെയ്ത പെൺകുട്ടിയാണ്. എൻ്റെ ആത്മീയ പിതാവായ അച്ഛൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഡെലിവറൻസ് പ്രാർത്ഥന തുടങ്ങി. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു ഈ പെൺകുട്ടിയിൽ നിന്ന് പൈശാചിക ശക്തി വിമോചിക്കാൻ. ഞാനന്ന് ഓർക്കുന്നുണ്ട്, അച്ഛന് ഇങ്ങനെ പറഞ്ഞാണ് ഇവളെ മോചിപ്പിച്ചത്: പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പരിശുദ്ധ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അലറിക്കൊണ്ട് താഴേക്ക് വീണു. ഇവിടുന്ന് തിന്മയുടെ ശക്തി വിട്ടുപോയി. കുറേ സമയം കഴിഞ്ഞ് ശാന്തമായപ്പോൾ ഇവളോട് അച്ഛൻ 2-3 ചോദ്യം ചോദിച്ചു. ഞാൻ അടുത്ത് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം അച്ഛൻ ചോദിച്ചൊരു ചോദ്യം: മോളെ, നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? വാഴ്ത്താത്തോസ്തി സിസ്റ്റേഴ്സിന് കോൺവെൻറ്റിലുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ആൾട്ടറിൽ പുറകിൽ വാഴ്ത്താത്തോസ്തി നമ്മൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ ഗോതമ്പപ്പം എടുത്തുകൊണ്ട് പോയി ഇവർക്ക് കൊടുത്താൽ പോരെ? അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്: ഇല്ല ഫാദർ, വാഴ്ത്തി ഓസ്തിയും വാഴ്ത്താത്തോസ്തി ഇവർക്ക് തിരിച്ചറിയാം. ഞങ്ങളിത് കൊണ്ടേ കൊടുക്കുമ്പോൾ ഇത് ഈശോ ഉണ്ടോ ഇല്ലയോ എന്ന് സാത്താൻ സേവക്കാർക്ക് അറിയാം. രണ്ടാമത് അച്ഛൻ ചോദിച്ചു: മോളെ, മറ്റു പല മതങ്ങളുണ്ട്, മറ്റു പല സഭകളുണ്ട്, അവരും കർത്തൃമേശ നടത്തുന്നുണ്ട്, ഞായറാഴ്ച കുർബാന അർപ്പിക്കുന്നവരുണ്ട്, ബലിയിൽ പങ്കെടുക്കുന്നവർ, ബലി അർപ്പിക്കുന്നവരുണ്ട്, പൂജ നടത്തുന്നവർ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ സ്ഥലത്ത് ചെന്നിട്ട് അവരുടെ വസ്തുക്കൾ നിങ്ങൾ എടുത്തുകൊണ്ട് പോകാതെ? അപ്പോൾ അവളൊരു ഞെട്ടുന്ന രഹസ്യം പറഞ്ഞു: ഇല്ല ഫാദർ, ഞാനൊരു സത്യം പറയാം, വൈദികരർപ്പിക്കുന്ന ബലിയിൽ മാത്രമേ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹ കടന്നു വരത്തുള്ളൂ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഈശോയുടെ മക്കളെ, ഈ രാത്രി ഒരു വലിയ ആത്മീയ രഹസ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാം. വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ഈശോ തൻ്റെ സ്ലീഹന്മാരുടെ മധ്യത്തിൽ ഇരുന്ന് പറഞ്ഞൊരു വചനമുണ്ട്: യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞത്. ഈ കാലയളവിൽ ഈശോയുടെ 2ാം വരവ് വരെ ഈശോ മിശിഹ സഭയിൽ ലോകത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്, പച്ചക്കിറങ്ങി വരുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ഈശോയുടെ മക്കളെ, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെങ്കിൽ സഭയുടെ ഒരൊറ്റ കൂദാശയിലും ഈശോ ഇല്ല. കൂദാശകളുടെ കൂദാശ എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെങ്കിൽ പൗരോഹിത്യത്തിൽ ഈശോ ഇല്ല, നിങ്ങളുടെ മാമോദിസയിൽ ഈശോ ഇല്ല, വിവാഹത്തിൽ ഈശോ ഇല്ല, സ്വൈലേപനത്തിൽ ഈശോ ഇല്ല. ഈശോ മിശിഹ അതായത് കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയാണ് സഭയുടെ മൂലക്കല്ല്. 2001 യുഗോസ്ലാവിയയിലെ മഡ്ജുഗോറിയിൽ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വിക്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മുമ്പിൽ അമ്മയുടെ മുഖം വാടി നിൽക്കുമ്പോൾ വിക്ക എന്ന് പറയുന്ന ആ പെൺകുട്ടി അമ്മയോട് ചോദിച്ചു: അമ്മ മാതാവേ, അമ്മയുടെ മുഖം എന്താ വാടിയിരിക്കണത്? അപ്പോൾ അമ്മ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്: എൻ്റെ പ്രിയപ്പെട്ട മകളെ, വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്നേഹത്തിന് തടവുകാരനായി ഓരോ സക്രാരിയിലും, അതായത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ദേവാലയത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്ന സക്രാരിയിൽ സ്നേഹത്തിന് തടവുകാരായി ദൈവജനത്തെ കാത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകൻ നിങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ, സൗഖ്യം നൽകുവാൻ, വിടുതൽ നൽകുവാൻ, രക്ഷ നൽകുവാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ ഈശോ മിശിഹ ഓരോ കത്തോലിക്ക ദേവാലയത്തിലും സ്നേഹത്തിൻ്റെ തടവുകാരനായി പരിശുദ്ധ കുർബാനയിൽ ഇരിപ്പുണ്ട്. അവൻ്റെ അടുത്ത് പോകാനോ, അവനെ ഒന്ന് കാണാനോ, അവൻ്റെ മുമ്പിൽ ഇരിക്കാനോ, അവൻ്റെ അടുത്ത് ആശ്വാസം തേടാനോ ഇന്ന് ജനം വരുന്നില്ല. എന്നിട്ട് അമ്മ പറയുക: ലോകത്തിൻ്റെ ബാറുകളും ലോകത്തിൻ്റെ ക്ലബ്ബുകളും സിനിമാ തിയേറ്ററുകളും ഷോപ്പിംഗ് മാളുകളും 24 മണിക്കൂറും തുറന്നു കിടക്കുമ്പോൾ എൻ്റെ മകൻ സ്നേഹിക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്ന സക്രാരിയിലേക്ക് ജനം വരുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അയർലൻഡിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മാറ്റ് ടാൽബോത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈശോ ക്ഷമയോടെ, ശാന്തതയോടെ ഓരോ കത്തോലിക്ക ദേവാലയത്തിലും സക്രാരിയിൽ ഇരിപ്പുണ്ട്. ജനത്തിന് തിരക്കാ.
എൻ്റെ ഈശോയുടെ മക്കളെ, ഒരു വലിയ തിരിച്ചറിവുണ്ടാകണം. ഈശോ മിശിഹായെ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകണ്ട. ശ്രദ്ധിക്കണേ, ദൈവം വസിക്കുന്ന രണ്ട് സ്ഥലമേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം തമ്പുരാൻ വസിക്കുന്ന 2 സ്ഥലം. ഒന്നാമത്തെ സ്ഥലമാണ് 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷേ മനുഷ്യനെ മാത്രം കൈകൊണ്ട് മെനഞ്ഞെടുത്തിട്ട് അവനെ നാസാന്തരത്തിലേക്ക്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നില്ലേ, അവനെ ഊതുമ്പോൾ അവൻ ജീവനുള്ളവായ മാറിയതിനർത്ഥം. അതായത് ഈശോ മിശിഹ ദൈവം തമ്പുരാൻ പരിശുദ്ധ ത്രിത്വം ഒരു മനുഷ്യന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ പ്രവാചകനായ അപ്പസ്തോലനായ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഈശോയുടെ വശസിച്ചാരി കിടന്ന യോഹന്നാൻ പറയുന്നത്, ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ പാപം ചെയ്യരുത്, ഇത് വെച്ച് വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, മിളച്ച പാപം ചെയ്യരുത്. ദൈവം തമ്പുരാൻ വസിക്കുന്നത് ഈ ശരീരത്തിലാ. രണ്ടാമത്തെ സ്ഥലം, ദൈവ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും ദൈവം വസിക്കുന്ന 2ാമത്തെ സ്ഥലമാണ് പരിശുദ്ധ കുർബാന. കുദാശകളുടെ കുദാശയിൽ ഈശോ ഉണ്ട്. ഈശോയുടെ മക്കളെ, ഇത് നിങ്ങൾ വിശ്വസിക്കണം. ലോകത്തിൽ 23 സ്ഥലങ്ങളിലാണ് പരിശുദ്ധ കുർബാന മാംസമായിട്ടിരിക്കുന്നത്. ലോകത്തിൽ 100ഓളം സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോട് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. നമുക്കറിയാം, വിശുദ്ധ കുർബാന ദൈവിക രഹസ്യമാ, പൗരോഹിത്യം ദൈവിക രഹസ്യമാ, തനത് വിധി ദൈവിക രഹസ്യമാ, ശുദ്ധീകരണ സ്ഥലം ദൈവിക രഹസ്യമാ, ഈശോയുടെ 2ാം വരവ് ദൈവിക രഹസ്യമാ, വചനം ദൈവ രഹസ്യമാ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ വെളിപ്പെടുത്തൽ ദൈവ രഹസ്യമാ. അത് മനുഷ്യന്റെ ബുദ്ധിക്കോ നമ്മുടെ MBAക്കോ നമ്മുടെ എഞ്ചിനീയറിംഗിനോ ഈ ബുദ്ധിക്കോ കിട്ടത്തില്ല. ദൈവത്തിന്റെ റൂഹ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്താൽ മാത്രമേ, ദൈവജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ദൈവ വെളിപ്പെടുത്തൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നവർക്കാണ് ദൈവരഹസ്യത്തിന്റെ വെളിപ്പെടുത്തൽ കിട്ടുന്നത്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. ഈശോയെ നന്ദി. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വചനമുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുറപ്പും കാണപ്പെടാത്തത് ഈ ഗോതമ്പപ്പത്തിനകത്ത് ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. നമുക്കറിയാം, നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ, ഉത്ഥാനം ചെയ്ത ഈശോ തമ്പുരാൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവര് തോമസ് ശ്ലീഹ അവിടെ ഇല്ല. അപ്പം തോമസ് ശ്ലീഹയോട് വന്നപ്പോൾ പറയുക, തോമസേ, ഞങ്ങൾ ഈശോയെ കണ്ടു, ഞങ്ങൾ ഉദ്ധിതനായ ഈശോ പിലാത്തോസിന്റെ കാലത്ത് പടയാളികൾ കുരിശിത്തറച്ച ഈശോ 3-ാം ദിവസം ഉത്ഥാനം ചെയ്ത് ഞങ്ങൾ കടകടച്ച് മുറിക്കകത്ത് ഭയപ്പെട്ടിരിക്കുമ്പോൾ ഈശോ അതിന്റെ മധ്യത്തിൽ വന്നു. അപ്പൊ തോമസ് ശ്ലീഹ പറയുക, ഞാൻ അങ്ങനെ വിശ്വസിക്കത്തില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും അവന്റെ 5 മുറിവുണ്ടല്ലോ, തിരുമുറിവ്, അതായത് ഇവിടെ പടയാളികള് കുന്തമെടുത്ത് അവന്റെ ചങ്കിലേക്ക് കുത്തുമ്പോ ചങ്കിൽ നിന്ന് ഒഴുകി പറഞ്ഞ രക്തത്തില്, ആ രക്തത്തിലേക്ക്, ആ തിരുവിലാവിക്ക് എന്റെ വിരലിട്ടിട്ട് അത് കണ്ടാൽ മാത്രമേ, അത് തൊട്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. വീണ്ടും വചനം പറയുക, 8 ദിവസം കഴിഞ്ഞ് ഈശോ മിശിഹ ഈ തോമാസ് ശ്ലീഹ ഇരിക്കുന്ന ശ്രീകൻ പത്രോസും യോഹന്നാനും യാക്കോബും അന്ത്രയോസൊക്കെ ഇരിക്കുന്ന കൂട്ടായ്മയിലേക്ക്, അപ്പസ്തോലിക കൂട്ടായ്മയിലേക്ക് ഈശോ മിശിഹ കടന്നു വന്നിട്ട് തോമാസ് ശ്ലീഹയോട് പറയുന്ന ഒരു വാക്കില്ലേ, തോമസേ, നീ കണ്ടുകൊണ്ട് കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, തോമാസ് ശ്ലീഹയുടെ മക്കളെ, വിശ്വാസത്തിന്റെ മക്കളെ, ഈശോ മിശിഹ പച്ചക്കിറങ്ങി നിൽക്കുന്നതാ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ മുട്ടുകുത്തിയാൽ, അടിമ വെച്ചാൽ അവന്റെ മേൽ അഭിഷേകം ഇറങ്ങും. ചിലരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എന്തിനാ ഇരിക്കുന്നത്? കുർബാന കഴിഞ്ഞിട്ട് എന്തിനാ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്നത്? ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യം തരിക, ഈ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരം പാപത്തിന് വഴങ്ങുന്ന ശരീരമാ. ഈ ശരീരം സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇരുന്നു കൊടുക്കും, അല്ലെങ്കിൽ വൈകിട്ട് ന്യൂസ് അവറിന് വേണ്ടി ഇരുന്നു കൊടുക്കും, ഇഷ്ടപ്പെട്ട വ്യക്തിയോട് രാഷ്ട്രീയം പറയാൻ നമ്മുടെ ഈ ശരീരത്തെ വിട്ടുകൊടുക്കും. എന്നാൽ ജീവിക്കുന്ന ഈശോ ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരു വ്യക്തി തൻ്റെ ശരീരത്തെ വഴങ്ങിക്കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആ ശരീരത്തിന് മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ആ ദൈവമക്കളെ, വിശുദ്ധരെ നിങ്ങൾ പഠിക്കും. ഞാൻ പറയണത്, നിങ്ങൾ പഠിക്കേണ്ട വ്യക്തികളാ വിശുദ്ധര്. ഈ ഭൂമിയിൽ
ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചു സഹിച്ച് സ്വർഗത്തിൽ തനത് വിധി കഴിഞ്ഞപ്പോ നേരിട്ട് സ്വർഗത്തിൽ പോയ കൊച്ചുത്രസ്യായും സെന്റ് ബീഡിന്റെയും സെന്റ് ഹിലരിയുടെയും പാതിരപ്പയോടെയും ജോൺ മരിയ വിയാനിയുടെയും അമ്മത്രസ്യായുടെയും കൊച്ചുത്രസ്യായുടെ ഒക്കെ ജീവചരിത്രമെടുത്ത് പഠിച്ചു നോക്കേ. അവരൊക്കെ ഈ അഭിഷേകം കിട്ടിയത് മുഴുവൻ കുർബാനയിൽ നിന്നാണ്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. എന്റെ ഈശോയുടെ മക്കളെ, ഈ കാലഘട്ടത്തിൽ ദേവാലയങ്ങൾ തുറക്കപ്പെടണമെന്ന് ഞാൻ പറയണത്. നമ്മളെന്തിനാ ഭയപ്പെടുന്നത്? നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈദികൻ ബലിപീഠം എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ കാൽവരി കുരിശിന്റെ അതേ തനിയാവർത്തനം ബലി തന്നെ നടക്കുന്നത്. ഈ ബലിപീഠമുണ്ടല്ലോ, ഈശോ മിശിഹായെ തറയ്ക്കുന്ന കുരിശ. അതാണ് വിശുദ്ധ പാതിരപ്പ്യ പറയണത്. ഒരു പുരോഹിതൻ, ഒരു വൈദികൻ താൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയാൽ ആ പുരോഹിതൻ ആ ബലിക്കല്ലിലേക്ക് തലയടിച്ച് അവിടെ വെച്ച് തന്നെ പിടഞ്ഞു മരിക്കും. വിശുദ്ധ പാതിരപ്പിയോ ബലിയർപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ബലിയർപ്പിക്കുമ്പോ ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി പടക്കുക, അതിന് തൊട്ട് താഴെ പരിശുദ്ധ അമ്മയുണ്ട്. ഞാൻ ബലിയർപ്പിക്കുമ്പോ ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞ് മുറിക്കുന്ന സമയത്ത് ഒരു കത്തിയെടുത്തിട്ട് പുരോഹിതൻ എന്ത് ചെയ്തറിയാമോ? തൂങ്ങിക്കിടക്കണ ഈശോയുടെ ഹൃദയത്തെ മുറിച്ചെടുക്കുന്നതാണ് ബലി. ഇത് മനുഷ്യബുദ്ധിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പാതിരപ്പിയോ 5 മണിക്കത്തെ വിശുദ്ധ കുർബാനയ്ക്ക് 2 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്കൂർ മുട്ടുകുത്തിയിട്ട് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിയത്. ഈശോയുടെ മക്കളെ, വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ പഠിക്കണം. ഇത് മനുഷ്യൻ പറഞ്ഞല്ലോ, മനുഷ്യബുദ്ധിക്ക് കിട്ടത്തില്ല. അപ്പം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ വൈദികൻ ബലിപീഠത്തെ ചുംബിച്ചൊരു പ്രാർത്ഥന നമുക്കറിയാവുന്ന വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സുസ്തി, നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടെന്ന് ചുമ്മാ പറഞ്ഞതല്ല. ആദ്യത്തെ 4 നൂറ്റാണ്ട് സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ല. 14 ചക്രവർത്തിമാരാ ഈ സഭയെ പീഡിപ്പിച്ചത്. അതായത് രക്തസാക്ഷികളുടെ ചുടുനിണം കൊണ്ട് ഏകദേശം 1,20,00,000 രക്തസാക്ഷികളുടെ ചുടുനിണം കൊണ്ട് സഭ പണിയപ്പെട്ടത്. ആദിമ സഭ എന്ന് പറഞ്ഞാൽ പള്ളിയില്ല, അല്ലെങ്കിൽ കൂടാൻ പറ്റത്തില്ല. ആ സമയത്ത് വീട്ടിൽ നിന്ന് ഗോതമ്പപ്പം ചുട്ടെടുത്തിട്ട് ഗോതമ്പ് ചാറ് എന്ന് വെച്ചാൽ അതായത് മുന്തിരിച്ചാറ് പിഴിഞ്ഞെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വൈദികരും ബഹുമാനപ്പെട്ട വിശ്വാസ സമൂഹം കൂടി ബഹുമാനപ്പെട്ട വൈദിക നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു കുന്നിന്റെ മണ്ടയിൽ കൂടും രഹസ്യത്തിൽ പന്തമൊക്കെ എത്തിച്ച് രാത്രിയിൽ. എന്നിട്ട് അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ല് വൃത്തിയാക്കി ബലിക്കല്ലായിട്ട് കല്ല് കഴുകിയെടുത്തിട്ട് ബലിയർപ്പിച്ച് കരഞ്ഞുകൊണ്ട് ബലിയർപ്പിച്ചിട്ട് വൈദികനും ജനവും ഈ തിരുവോസ്തി ഈശോയുടെ ശരീരം ഭക്ഷിച്ചിട്ട് വന്നിട്ട് അവസാനം ഈ വൈദികൻ ബലിക്കല്ല് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേകം വൈദികരുടെ തല വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. ദൈവമക്കളെ, കൊറോണ വന്നിട്ട് നമ്മൾ പേടിക്കാൻ പാടില്ല. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഭയപ്പെടരുത്. കാരണം ഈശോ പറഞ്ഞൊരു വാക്യമുണ്ട്, ഭയപ്പെടേണ്ട, ഒന്നിനെ നിങ്ങൾ ഭയപ്പെടേണ്ട. 1906 ടുബാക്കോ എന്ന് പറയുന്ന ദ്വീപുണ്ട്. അർജന്റീനയ്ക്ക് അടുത്ത് ടുബാക്കോ എന്ന് പറയുന്ന ദ്വീപില് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുക. കടലിൽ സുനാമി തിര രൂപപ്പെട്ടു. മുഖവരായ മക്കൾ നോക്കുമ്പോൾ കിലോമീറ്റർ അകലെ നിന്ന് 10-25 മീറ്റർ ഉയരത്തില് ഈ സുനാമി തിര ഉയർന്നങ്ങ് വരിക. ഇവരോടി വന്നിട്ട് ഇടവില് വികാരിച്ചോണ്ട് പറഞ്ഞ, അച്ഛാ നമ്മുടെ ദ്വീപൊപ്പം മുങ്ങിപ്പോകും. അച്ഛൻ നേരെ പള്ളിയിലോട്ട് ചെന്നിട്ട് സക്രാരി തുറന്നിട്ട് ഒരു പരിശുദ്ധ കുർബാന ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഭക്ഷിച്ചിട്ട് ഒരു കൈയിൽ പരിശുദ്ധ കുർബാനയും മറുകൈയിൽ കുരിശുമെടുത്തോണ്ട് കടൽത്തീരത്ത് തീറിപ്പാഞ്ഞു വരുന്ന തിരയിലെ മുമ്പിലേക്ക് ഈ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വാസത്തില് മത്തായി സുവിശേഷം 16, 17, 18 വചനത്താൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുമ്പോൾ 25 മീറ്റർ ഉയർത്തി നിൽക്കുന്ന സുനാമി തിര 10 മിനിറ്റ് അങ്ങനെ നിന്നിട്ട് പുറകോട്ടിറങ്ങിപ്പോയി. എൻ്റെ ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന അപ്പനുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച എത്ര വിശുദ്ധരുണ്ടെന്ന് അറിയാമോ? ഇതിനകത്ത് കർഷകരിരിപ്പുണ്ട്. കർഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഇസിദോർ
ഈ വിശുദ്ധനെയോ കർഷകനാ, പറമ്പിൽ പണിയുന്ന മനുഷ്യനാ, അതിരാവിലെ എഴുന്നേറ്റ് ഇടവേദാലയത്തിൽ കിലോമീറ്റർ നടന്നിട്ട് ഇടവേദാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. ഇപ്പൊ പണിക്ക് തിരക്കുണ്ട്. ഈ സമയത്ത് കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ മനുഷ്യനെ സഹായിക്കാൻ, ഈ വിശുദ്ധനെ സഹായിക്കാൻ സ്വർഗത്തിലെ ദൂതന്മാരിറങ്ങി പാടത്ത് പണിത ചരിത്രമുണ്ട്. വിശുദ്ധ മരിയ ഗുരേറ്റി 14 കിലോമീറ്റർ നടന്നാണ് വിശുദ്ധ കുർബാനയ്ക്ക് പൊക്കൊണ്ടിരുന്നത്. ലോകത്തിൽ അനേകം തിരക്കുള്ള മനുഷ്യരുണ്ട്. തോമസ് മൂർ, അൽമായ വിശുദ്ധനായ വിശുദ്ധ തോമസ് മൂർ, ഇംഗ്ലണ്ടിലെ ചാൻസലർ ആയിരുന്ന മനുഷ്യൻ, എല്ലാ ദിവസവും കുടുംബമായിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. പരിശുദ്ധ കുർബാനയ്ക്ക് ഇടയ്ക്ക് ഒരിക്കൽ 2 പ്രാവശ്യം അദ്ദേഹത്തോട് രാജാവിൻ്റെ അംഗസേവകർ വന്നിട്ട്, ആ സേവകർ വന്നിട്ട് വിളിക്കുക, രാജാവിന് നിങ്ങളെ കാണണം. അദ്ദേഹം പറഞ്ഞു, നോ, ഞാൻ കാണത്തില്ല. കാരണം എൻ്റെ അപ്പൻ ഈ ബലിപീഠത്തിൽ എനിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവൻ വേണ്ടി മുറിയുന്ന വലിയ കുദാശ അടക്കുക. രാജാവ് പറഞ്ഞിട്ട് പോലും നോ എന്ന് പറയണു. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, പരിശുദ്ധ കുർബാനയെ വിട്ടാൽ സഭയുടെ അടിത്തറയിളകും. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ പോരാ പോരാ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ സ്തുതി, സ്തുതിക്ക്, സ്തുതിക്ക്, സ്തുതിക്ക്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:15 വചനം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. എന്ന് വെച്ചാൽ ദൈവം മറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ കുർബാനയില. ഞാനൊരു അനുഭവം പറയാം. AD 750 കാലഘട്ടത്തിൽ ഇറ്റലിയിലെ ലാൻചാനോ എന്ന സ്ഥലത്ത് ഒരു ബ്രസീലുകാരൻ അച്ഛനുണ്ട്. ഈ അച്ഛന് ഒരു വിശ്വാസവും ഇല്ല. മനസ്സോടെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അച്ഛൻ്റെ സംശയം ഇതാണ്, ഈ പരിശുദ്ധ കുർബാനയ്ക്കകത്ത് ഈ ഗോതമ്പപ്പത്തിനകത്ത് എങ്ങനെയാ ലോകരക്ഷകനായ ഈശോ പറന്നു വീടുന്നത്? അച്ഛൻ്റെ സംശയമാണ്. അച്ഛൻ മനസ്സോടെ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈദികൻ മനസ്സുണ്ടെങ്കിലും മനസ്സില്ലെങ്കിലും ഏത് പാപം ചെയ്ത വൈദികനാണെങ്കിലും ആ വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ ഈശോ വരും. അതാണ് നഥാലിയ എന്ന് പറയുന്ന മിസ്റ്റിക്കിനോട് ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ വേദനയിലൊന്നാണ്, ഒരു മാരകപാപത്തിൽ ജീവിക്കുന്ന വൈദികൻ കാപ്പയണിഞ്ഞ് ബലിയർപ്പിക്കുമ്പോൾ പിതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് പിതാവ് പറഞ്ഞു വിടുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട ആ വൈദികന്റെ കയ്യിലേക്ക് ഇറങ്ങി വരുന്നു. എൻ്റെ ഏറ്റവും വലിയ വേദനയാണ്, മാരകപാപത്തിൽ ജീവിക്കുന്ന വൈദികൻ ബലിയർപ്പിക്കും പോലും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഈശോയുടെ മക്കളെ, പ്രാർത്ഥിക്കണം നിങ്ങൾ. വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ ഓരോ സന്ദേശങ്ങളിൽ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് കാരണം എന്നാണെന്നറിയാമോ? ഇപ്പൊ എനിക്കോ സിബി സാറിനോ ബെന്നി സാറിനോ സാബോർ തൊട്ടി ബ്രദറിനോ അല്ലെങ്കിൽ സജിത് ജോസഫ് ബ്രദറിനോ ഒക്കെ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കോ ഷാനവാസ് ബ്രദറിനോ ഞങ്ങളിവിടെ ഇരിക്കുന്ന ആർക്കോ ചെയ്യാൻ മേലാത്ത ഒരു കാര്യം വൈദികർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രഭാഷകന്റെ പുസ്തകം 45:15 മുതലുള്ള വാക്യങ്ങൾ. മാനവകുലത്തിൽ നിന്ന് ദൈവം ഒരു വൈദികനെ തെരഞ്ഞെടുക്കുന്നത് ബലിയർപ്പിക്കാൻ, സ്മരണാംശമായി കുന്തിരിക്കം ധൂപിക്കാൻ വേണ്ടി ദൈവം മാനകുലത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു പുരോഹിതനെ ദൈവം തെരഞ്ഞെടുത്തതിന് ലക്ഷ്യമെന്നാന്ന് വെച്ച് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ 2ാം വരവ് വരെ സഭയിൽ പരിശുദ്ധ കുർബാനയും പാപമോചന അധികാരമായ കുംഭസാരം എന്ന കൂദാശ കൊടുക്കുവാനും ദൈവം മാനകുലത്തെയും തെരഞ്ഞെടുത്ത വൈദികനാണ്. ഇപ്പൊ ഞാന് കാപ്പയണഞ്ഞിട്ട് അന്നാപസക തിരുനാളെന്ന് പറഞ്ഞ് ബലിയർപ്പിച്ചാൽ ഈശോ വരത്തില്ല. ഞാൻ കുംഭസാരക്കൂട്ടിലിരുന്ന് പാപം മോചിച്ചാൽ ഈശോ വരത്തില്ല. അൽഫോൻസാമയ്ക്കോ പരിശുദ്ധി അമ്മയ്ക്കോ ഒരു വിശുദ്ധകൾക്കോ സാധിക്കാത്ത കാര്യമാണ് ബലഹീനരായ കുറവുകളുള്ള പുരോഹിതരിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പുരോഹിതർക്ക് വലിയൊരു കടമയുണ്ട്, പാപം മോചിക്കാൻ അധികാരം. നമുക്കറിയാം, ഈശോ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 തിരുവചനങ്ങളിൽ ഉദ്ധാനം ചെയ്ത ഈശോ ഈസ്റ്റർ കഴിഞ്ഞ് പുതുഞായറാഴ്ച സഭയ്ക്ക് ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് കുംഭസാരം എന്ന കൂദാശ. ഈശോ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അതാണ് മരിയ ഫൗസ്റ്റീനോട് ഈശോ പറയണത്. ഒരു പാപിയായ വ്യക്തി കുംഭസാരക്കൂട്ടി പോയി മുട്ടുകുത്തി പാപമേറ്റു പറയുന്ന സമയത്ത് പുരോഹിതൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ പാപം മോചിക്കണ സമയത്ത് മരിയ ഫൗസ്റ്റീന പറയുക, ഈശോയുടെ ചങ്കു തുറന്ന്
തിരുവിലാവിന്ന് തിരുരക്തവും തിരുജലവും ഒഴുകിയിറങ്ങി ആ പാപിയായ വ്യക്തിയുടെ പാപക്കറകൾ മുഴുവൻ മാറ്റിമായിക്കുന്ന ഒരു വലിയ കുദാശയാണ് കുംഭസാരം എന്ന കുദാശ. എന്നിട്ട് ഫൗസ്റ്റീന പറയുക, ഒരിക്കലും നിങ്ങൾ കുംഭസാരക്കൂട്ടിൽ നിന്ന് മാറരുത്. കുംഭസാരമാണ് മനുഷ്യന്റെ പാപം മോചിക്കാൻ ദൈവം തെരഞ്ഞെടുത്തത്. ഓർക്കണം, പരിശുദ്ധ കുർബാനയെക്കാളും സാത്താന് ഭയമുള്ളത് കുംഭസാരം എന്ന കുദാശയ. കുംഭസാരിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് വൈദികരെയാ. ബലിയർപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് വൈദികരിയ. ഒരു വൈദികന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കടമയാണ് കുമ്പസാരിപ്പിക്കുക, ബലിയർപ്പിക്കുക, പാപം മോചിക്കുക. അതായത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 2 ദിനവൃത്താന്തം 29-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ പറയുക, മക്കളെ, നിങ്ങൾ ഇനി അനാവസ്ഥ കാണിക്കരുത്. എൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപം അർപ്പിക്കുന്നതിനുമാണ് കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്നാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. മക്കളെ, അനാസ്ഥ കാണിക്കരുത്. അതുകൊണ്ട് ഒരു പുരോഹിതന്റെ വിളി വളരെ പ്രധാനപ്പെട്ട വിളിയാ. പുരോഹിതന്റെ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട വിളിയാ. ഞാനിത് പറയുന്നത് ഒരു സംശയമുള്ള അച്ഛനാണ് 750 കാലഘട്ടത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബലിയർപ്പണം നടന്നു, ലാറ്റിൻ കുർബാനയാണ്. കുർബാനയ്ക്ക് കൂദാശ വചനം ഉച്ചരിച്ചു. പെട്ടെന്ന് ജനങ്ങളെല്ലാം പൊട്ടിക്കരയാൻ തുടങ്ങി. അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ ഉയർത്തിയ പരിശുദ്ധ കുർബാന മാംസക്കഷണമായിട്ട് ബലിപീഠത്തിൽ കിടന്ന് പച്ചയ്ക്ക് പിടയ്ക്കുക. അച്ഛൻ ഉയർത്തിയ ആസാം പിലാസയിലേക്കകത്ത് രക്തം പച്ച രക്തമായിട്ട് നിൽക്കുക. അച്ഛൻ നിലവിളിക്കാൻ തുടങ്ങി. ആ കുർബാന അവസാനിപ്പിച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ശാസ്ത്രത്തിനും ലോകത്തിനും ഉത്തരമില്ലാത്ത കാര്യങ്ങളാ. 1220 വർഷമായി ഇറ്റലി ലാൻസിയാനോ കത്തീഡ്ര ദേവാലയത്തിൽ ആ പരിശുദ്ധ കുർബാന AB പോസിറ്റീവ് ബ്ലഡ് ആയിട്ട് ഇന്നും പച്ച മാംസമായി അഴുകാതിരിപ്പുണ്ട്. ഒന്ന് കരമടിച്ച് കർത്താവിനെന്ന് പറയട്ടെ. 1971 മാർച്ച് മാസം 4-ാം തീയതി UN ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതമാണ് ലാൻസിയാനോയിൽ നടന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ശാസ്ത്രം 500 മെഡിക്കൽ ലാബിലാണ് ആ പരിശുദ്ധ കുർബാന കീറിമുറിച്ചത്. ശാസ്ത്രത്തിന് ബുദ്ധി വെച്ച് 500 മെഡിക്കൽ ലാബിൽ കീറിമുറിച്ചപ്പോഴും 500 മെഡിക്കൽ ലാബിൽ ഉത്തരം അറിയാമോ? 33 വയസ്സുള്ള ഒരു യുവാവ് മരണസമയത്ത് ഹൃദയത്തിന്റെ പേശി വലിഞ്ഞു മുറുകിയ ഭാഗമാണ് ആ പരിശുദ്ധ കുർബാനയുടെ മാംസപേശി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രൂപ്പായ നാസയിലെ സയന്റിസ്റ്റുകൾ 1980 ആ പരിശുദ്ധ കുർബാനയുടെ മാംസകഷണവും 2000 വർഷം മുമ്പ് ഈശോ മിശിഹ കാൽവരി കുരിശിൽ മരിച്ചിട്ട് അവനെ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയതിനു ശേഷം അവനെ മൃതസംസ്കാര വേളയ്ക്ക് വേണ്ടി ശരീരം പൊതിഞ്ഞ തിരിക്കച്ചയുണ്ട്. അതാണ് ടൂറലിലെ തിരിക്കച്ച എന്ന് പറയും. അതിൽ ഈശോയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ട്, കയ്യിലും കാലിലും ബ്ലഡ് പതിച്ചിട്ടുണ്ട്. ആ രക്തം എടുത്തിട്ട് ആ രക്തവും ആ ടൂറിലെ തിരിക്കച്ചയുടെ രക്തവും കഴിഞ്ഞ 1220 വർഷമായി ഇറ്റലി ലാൻസിയാനോയിൽ ഇരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ബ്ലഡും എടുത്ത് പരിശോധിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രൂപ്പുകാർ ഞെട്ടിപ്പോയി. അവർ അത്ഭുതപ്പെട്ടുപോയി. രണ്ടും ഒരാളുടെ ബ്ലഡ്, AB പോസിറ്റീവ് ബ്ലഡ്. ഞാൻ ചോദിക്കട്ടെ, ഈശോയുടെ മക്കളെ, അതേ പരിശുദ്ധ കുർബാനയാ ഇന്ന് ഈ അവസാന സമയത്ത് ഈശോ നിങ്ങളുടെ നാവിൽ വരുന്നത്. പച്ചയ്ക്ക് ഈശോ വരുന്നതാ പരിശുദ്ധ കുർബാന. ലോകത്തിന് അനേക സ്ഥലത്ത് നമുക്കറിയാം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച 29 വിശുദ്ധർ കത്തോലിക്ക സഭയിലുണ്ട്. എന്നെ പോലെ നിങ്ങളെ പോലെ അൽമായ വിശുദ്ധരായ ഒരു വിശുദ്ധനാണ് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തെ വിശുദ്ധ നിക്കോളാസ്. 19 വർഷം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച മനുഷ്യനാ. അദ്ദേഹത്തിന്റെ ശരീരം ഇന്നും പുഴു തൊട്ടിട്ടില്ല, അഴുകാതിരിപ്പുണ്ട്. 53 വർഷം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചയാളാ മാർത്ത റോബിൻ. 53 വർഷം ഈ സിസ്റ്ററിന് ആകെ കിട്ടിയത് ആഴ്ചയിലൊരിക്കൽ ഇടവദേവാലയത്തിലെ വൈദ്യം കൊണ്ട് കൊടുക്കുന്ന പരിശുദ്ധ കുർബാന മാത്രമാണ്. 53 വർഷം പച്ചവെള്ളം പോലും കുടിക്കാതെ മറ്റാഹാരം കഴിക്കാതെ നമുക്കറിയാം ഒരു ഫാനിട്ടാൽ പറന്നു പോകുന്നെന്ന് പറയുന്ന ഈ പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ശരീരം ഇന്നും അടികിട്ടില്ല. ഇനി അടുത്ത് നിങ്ങൾ കേൾക്കണം, 36 വർഷം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച ആളാണ്. ഹിറ്റ്ലറിന്റെ രാജ്യമായ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു മകളുണ്ട്, തെരേസ ന്യൂമാൻ എന്ന് പറയും. ഹിറ്റ്ലറിന്റെ കാലഘട്ടം ഹിറ്റ്ലറിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാ. എടവപ്പള്ളിയിലെ വികാരിയച്ഛൻ രാവിലെ കുർബാന കഴിഞ്ഞ് കോൺവെന്റിൽ രോഗിയായി കിടക്കുന്ന, വയ്യാതെ കിടക്കുന്ന, ശാരീരിക ക്ഷീണമുള്ള ഈ സിസ്റ്ററിന്റെ അടുത്തേക്ക് കുർബാനയായിട്ട് വരും. ചില ദിവസങ്ങളിൽ വികാരിയച്ഛൻ കോൺവെന്റിന്റെ ഗേറ്റിലേക്ക് വരുമ്പോൾ സമയത്ത് ഈശോയ്ക്ക് ധൃതിയായിട്ട് വികാരിയച്ഛന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധ കുർബാന പറന്നു ചെന്നിട്ട് ഈ കോൺവെന്റിന് അകത്തെ മുറി കിടക്കുന്ന ഈ തെരേസ ന്യൂമാന്റെ മുമ്പിലേക്ക് പറന്നു വന്നിട്ട് ആ നാവിൽ വന്നിരിക്കും.
ഇത് കാണാൻ ആയിരക്കണക്കിന് ആൾക്കാരൊന്ന് വന്നുകൂടി. ഇത് ഹിറ്റ്ലറിന് വലിയ തലവേദനയായി. അതുകൊണ്ട് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നറിയാമോ? 15 അംഗ മെഡിക്കൽ ടീമെ റെഡിയാക്കി. 5 ലേഡി ഡോക്ടർമാർ, 5 നേഴ്സുമാർ, 5 ആയമാർ. സദാസമയത്ത് ഇവരുടെ പരീക്ഷണ നിരീക്ഷണത്തിന് ബാത്റൂമിൽ പോകുമ്പോഴും ഈ ലേഡി ഡോക്ടേഴ്സ് കൂടെ ഉണ്ട്. 1 മാസത്തെ പരീക്ഷണ നിരീക്ഷണമാണ്. 1 മാസത്തെ പരീക്ഷണ നിരീക്ഷണത്തിനകത്ത് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, കുർബാന മാത്രം കൊടുക്കാം, കുമ്പസാരം പറ്റത്തില്ല, രഹസ്യമാണല്ലോ. രാവിലെ വെള്ളം മുഖം കഴുകാനായിട്ട് വായിക്കാത്തൊഴിക്കുന്ന വെള്ളം അളന്നാണ് നേഴ്സുമാരും ഡോക്ടർമാരും കൊടുക്കുന്നത്. അതിനു മുമ്പ് തെരേസനുമാൻ ഒന്ന് തൂക്കി നോക്കി. 37 കിലോയാ തെരേസനുമാൻ്റെ തൂക്കം. 1 മാസം ഹിറ്റ്ലർ പറഞ്ഞു വിട്ട ഡോക്ടർമാരും നേഴ്സുമാരും പരീക്ഷിച്ചു നോക്കി. ആകെ സ്വീകരിച്ച പരിശുദ്ധ കുർബാന. 1 മാസം കഴിഞ്ഞപ്പോൾ ഇവർ അത്ഭുതപ്പെട്ടു. തെരേസനുമാൻ ക്ഷീണമൊന്നുമില്ല. അവർ വീണ്ടും തൂക്കി നോക്കി. 37 കിലോ ഇന്ന് 42 കിലോ ആയി മാറി. ഇന്നും ആ ശരീരം അഴുകാതിരിപ്പുണ്ട്. കൈയടിച്ച് കർത്താവിനെന്ന് പറയട്ടെ. ഞാൻ പറയണ ദൈവമക്കളെ, നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഓടണ്ട. പരിശുദ്ധ കുർബാനയെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇന്ന് പല മക്കൾക്കും അതിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെങ്കിൽ എന്തിനാണ് ബ്ലാക്ക് മാസുകാര് സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് തല്ലി തകർത്തിട്ട് അതിനകത്ത് കുർബാന എടുത്തുകൊണ്ട് പോകാൻ? അവർക്ക് എന്നെ ഭ്രാന്തുണ്ടോ? അവർക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങൾ കത്തോലിക്ക, നമ്മൾ വിശുദ്ധരൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നവരാ, വിശുദ്ധരെ പ്രാർത്ഥിക്കുന്നയാളാ. ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള വിശുദ്ധനാണ് അന്തോനീസ്. വിശുദ്ധ അന്തോനീസ്, അഴുകാത്ത നാവിനുടമസ്ഥനായ വിശുദ്ധ അന്തോനീസ് എല്ലാവർക്കും ഇഷ്ടമാ. കേരളത്തിൽ പല സ്ഥലത്തും അന്തോനീസ് പുണ്യാളൻ നൊവേനയും കപ്പേളയുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം ദൈവമക്കളെ, അന്തോനീസ് പുണ്യാളൻ പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ച മനുഷ്യനാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു നാസ്തികനായ വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ ഈ ഗോതമ്പപ്പത്തിനകത്ത് ദൈവമുണ്ടെന്ന് പറയുന്ന ഈ കത്തോലിക്ക സഭ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായിട്ട് പറഞ്ഞു, ഈ പരിശുദ്ധ കുർബാനയ്ക്കകത്ത് ഈശോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ ഞാൻ നിങ്ങളുടെ സഭയിൽ വിശ്വാസത്തിലേക്ക് വരാം. അതിനാ മനുഷ്യൻ ചെയ്തതെന്നറിയാമോ? അന്തോനീസിനോട് പറഞ്ഞു, ഒരാഴ്ച 15 ദിവസം ഭക്ഷണം കൊടുക്കാതെ ഒരു കഴുതയം കെട്ടിയിടും, ഒരു ഭക്ഷണം പോലും കൊടുക്കത്തില്ല. എന്നിട്ട് 15 ദിവസത്തിന് ശേഷം ഈ കഴുതി അഴിച്ചു വിടുമ്പോ അന്തോനീസ് പുണ്യാൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചിങ്ങനെ ഇരിക്കണം. അതിന് തൊട്ടു മുമ്പിലേക്ക് അതിന്റെ ഇപ്പുറത്തെ വശത്ത് വൈക്കോലും പച്ചപ്പുല്ലും കാടിവെള്ളവും ഒക്കെ വെക്കും. അപ്പൊ ആയിരക്കണക്കിന് ജനങ്ങൾ നിൽക്കുക. 15 ദിവസം പട്ടിണി കിടക്കുന്ന ഈ കഴുതയുണ്ടല്ലോ, ഓടി വരുമ്പോ ആദ്യം കാണുന്നത് പച്ചപ്പുല്ല, വിശന്നിട്ട് വരിക. പക്ഷേ അന്തോനീസ് പുണ്യാളൻ ദിവ്യകാരനെ എടുത്ത് ഉയർത്തി വെക്കുമ്പോൾ നമ്മൾ പറയും കഴുത, നമ്മൾ പറയും ഇവനൊരു കഴുതയാന്ന് പറയുന്ന മണ്ടൻ എന്ന് പറയുന്ന ഈ കഴുതയുണ്ടല്ലോ, ഓടി വന്നിട്ട് വൈക്കോലല്ല തിന്നുന്നത്, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കിയ ചരിത്രമുണ്ട്. എൻ്റെ ഈശോയുടെ മക്കളെ, പച്ചയ്ക്ക് ഈശോ ഇറങ്ങി നിൽക്കുന്നവർ ഒരു രൂപത്തിലും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ രൂപം, ഇവിടെ പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ അമലോത്ഭവ മാതാവിന്റെ രൂപം, ഈ രൂപം കാണുന്ന അമലോത്ഭവ മാതാവ് ജയിച്ചു നിൽക്കുന്നതും പിശാചിന്റെ തലയെ സർപ്പത്തിന്റെ തലയെ ചവിട്ടിപ്പിടിച്ചൊരു രൂപമാ. ഇത് തട്ടിയിട്ടാൽ ഇതൊരു മണ്ണാ. നമുക്ക് യൗസപിതാവിനെ കാണുമ്പോൾ യൗസപിതാവിന്റെ ഉണ്ണീശോ എടുത്തുകൊണ്ടിരിക്കുക. അന്തോനീസിനാണ് കാണുന്നത്. രൂപം ഒരു പ്രതീകമാ, ഓർമ്മ വരാൻ വേണ്ടിയാ. രൂപത്തിനകത്ത് ദൈവമുണ്ടെന്നോ ഒന്നും സഭ പഠിപ്പിക്കുന്നില്ല. ഒരു രൂപത്തിനും ദൈവമുണ്ടെന്ന് പഠിപ്പിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ രൂപമുണ്ട്, വിശുദ്ധരുടെ രൂപമുണ്ട്. ഇപ്പൊ മഡ്ജുഗോറിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട രൂപം നമ്മൾ കാണുമ്പോൾ, അല്ലെ ഫാത്തിമയില് ലൂസി ജസീന്ത ഫ്രാൻസിസിന് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിനെ കാണുമ്പോൾ 917 അമ്മ പ്രത്യക്ഷപ്പെട്ട ആ അമ്മ ഓർമ്മ വരിക. റോസാമിസ്റ്റിക്ക മാതാവിന്റെ രൂപം കാണുമ്പോൾ 947 മോണ്ടിച്ചേരി പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ രൂപം ഓർക്കുക. തൊട്ടടുത്ത് ചാപ്പൽ ഇരിപ്പുണ്ട്. കർമ്മല മാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഉത്തിരിയും കൊടുത്ത കർമ്മല മാതാവിന്റെ രൂപം കാണുമ്പോൾ കർമ്മലമലയില് ആദ്യ നൂറ്റാണ്ടുകളില് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഉത്തിരിയും കൊടുത്ത മാതാവിനെ ഓർമ്മ വരിക. ലൂർദില് ബെർണിദീത്തേക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവിനെ കാണുമ്പോൾ അമലോത്ഭവ മാതാവിനെ നമുക്ക് ഓർമ്മ വരിക. അതൊരു പ്രതീകം മാത്രമാ. എന്നാൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ 100% ഈശോ ഉണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവമക്കളോട് പറയുക, ഈ രാത്രിയിൽ നിങ്ങൾക്ക് സങ്കടം വരുമ്പോ ഓടി കുർബാനയുടെ മുമ്പിൽ പോണം. ഞാൻ എൻ്റെ ജീവിതത്തിന് മുഴുവൻ പവർ അതാ. ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ലോകത്തിൽ ജീവിച്ച് ലോകത്തിൻ്റെതായ രാഷ്ട്രീയത്തിൽ ജീവിച്ച് വിശ്വാസമില്ല നടന്ന സാധാരണക്കാരൻ ഒരു മനുഷ്യൻ. എന്നെ കർത്താവ് പിടിച്ചു നിർത്തിയത് ശക്തിയൊന്നും പരിശുദ്ധ അമ്മയും പരിശുദ്ധ കുർബാന. ഞാൻ ദൈവമക്കളോട് പറയാൻ കഴിഞ്ഞ 14 വർഷമായി ഒരു പരിശുദ്ധ കുർബാന പോലും എനിക്ക് മുടങ്ങിട്ട് വന്നിട്ടില്ല.
യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് പോലും മുടങ്ങിയിട്ടില്ല. ഞാനൊരു അനുഭവം പറയാം. 3 വർഷങ്ങൾക്ക് മുമ്പ് മഡ്ജുഗോറിയിൽ പോകുവാൻ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. അപ്പം ഞാൻ അതിനെ ആ ടീമിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഫ്ലൈറ്റ് യാത്രയാണ്, പക്ഷെ പരിശുദ്ധ കുർബാന മുടങ്ങരുത്. പരിശുദ്ധ കുർബാന മുടങ്ങിയിട്ട് ഞാൻ ഒരു ലോകത്തിൽ ഒരു സ്ഥലത്തേക്കും വരത്തില്ല. പച്ചൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് പരിശുദ്ധ കുർബാന ക്രമീകരിച്ച് പോകാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അവിടെ ചെന്ന് 10 ദിവസം അവിടെ ഉണ്ട്. മാതാവിൻ്റെ 2008 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സമയത്താണ്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ എല്ലാം മഞ്ഞ് വീഴ്ചയുടെ സമയമാണ്. അപ്പോൾ സാധാരണ അവിടെ കുർബാന 7 മണിക്കത്തെ കുർബാനയാണ് അന്ന്. അതായത് 6:30 കുർബാന, അത് 7:30 മാറ്റി മഞ്ഞ് കാണും. അപ്പോൾ അവസാന ദിവസം അച്ഛൻ പറയണത് നമ്മുടെ ഫ്ലൈറ്റ് 7:30 കഴിയുമ്പോഴാണ്, അതുകൊണ്ട് കുർബാന മിസ്സായി. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടവും വിഷമമായി. അപ്പം ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട വെളുപ്പിന് തണുപ്പാണ്, മഞ്ഞ് സമയമാണ്. പെട്ടെന്ന് ഒരു 2-3 എപ്പോഴത്തേന് എഴുന്നേറ്റ് ഞാൻ അവിടെ മാതാവിൻ്റെ രൂപത്തിൽ കരയാൻ തുടങ്ങി. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് കുർബാനയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അമ്മയോടൊരു പരാതി ഞാൻ പറയാം, എനിക്ക് കുർബാന കിട്ടിയില്ല, എനിക്ക് പറ്റത്തില്ല. ഞാൻ കുറേ സമയം കരഞ്ഞ് ജപമാല ചെയ്തു. ഒരു 5 മണിയായപ്പോൾ ഒരു യൂറോപ്പിലായ ഒരു സിസ്റ്റർ അതുവഴി പോകുന്നു. പെട്ടെന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കിട്ടി. ആ സിസ്റ്ററിനോട് ചോദിക്കാൻ. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ, പിന്നെ കുർബാനയുടെ സമയത്തൊന്നും കുർബാനയില്ല. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, ജർമ്മനിയിൽ ഒരു ബിഷപ്പ് നേരത്തെ പോകുന്നത് കൊണ്ട് പിതാവിൻ്റെ ഒരു പ്രൈവറ്റ് മാസമുണ്ട് 5:30. പ്രിയപ്പെട്ടവരെ, ആ പ്രൈവറ്റ് മാസിൽ പങ്കെടുക്കാനും എനിക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന പിറ്റേ ദിവസം കുർബാനയിൽ പങ്കെടുക്കാനും സാധിച്ചു. ഞാൻ വേറൊരു അനുഭവം കൂടെ പറയുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ മാതാവിനോട് ഏറ്റവും കരഞ്ഞത്, എനിക്ക് കുർബാന മുടങ്ങരുത്. ഞാൻ നിങ്ങൾ തുറന്നു പറയാം, ആദ്യത്തെ ദിവസങ്ങളിൽ 72 അതായത് 140-ലധികം കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോകുന്നത്. രാത്രിയിൽ ഇടുക്കിയിൽ തണുപ്പത്ത് ബൈക്ക് ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 140 കിലോമീറ്ററോളം പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അതിനുശേഷം കർത്താവിൻ്റെ കൃപ എന്നാണെന്നറിയാമോ, ഒരു ദിവസം ഈ ലോക്ക്ഡൗൺ കാലത്ത് 2-3 വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഈ ഒരു അനുഭവം, എൻ്റെ ഒരു സുഹൃത്ത് കൊല്ലംകാരനൊരു വർഗീസ് ഉണ്ട്. അദ്ദേഹം ഒത്തിരി പാട്ടുകൾ എഴുതിയതാണ്. അദ്ദേഹം എഴുതിയ പാട്ടാണ് പരിശുദ്ധാത്മാവേ എന്നുള്ളി പറഞ്ഞ പാട്ട്. അതുപോലെ എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ. അദ്ദേഹം എന്നോട് ഒരു അനുഭവം പറഞ്ഞു, ബ്രദറെ, ഞങ്ങളുടെ ഇവിടുത്തെ ദേവാലയങ്ങളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുക. എനിക്ക് കുർബാനയില്ല, കുമ്പസാരമില്ല. 2.5 മാസമായി വിശുദ്ധ കുർബാനയില്ല, കുമ്പസാരം, ലോക്ക്ഡൗണാണ്. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ വിശുദ്ധ കുർബാന മുടങ്ങാത്തതിന് കാരണം വിശുദ്ധ കുർബാനയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അപ്പം ഞാൻ വർഗീസ് ബ്രദറിനോട് പറഞ്ഞു, എൻ്റെ അനുഭവം പറഞ്ഞു, നിങ്ങൾ മാതാവിനോട് ചോദിക്കും, നിങ്ങളൊരു അച്ഛനെ കാണുന്നതിന് മുമ്പ് അമ്മയോട് ചോദിക്കണം. കാരണം വൈദികരുടെ രാജ്ഞിയാണ് പരിശുദ്ധവരെ. നമുക്കറിയാം ഷാലോമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നത് പരിശുദ്ധ അമ്മ വഴിയാണ്. അമ്മയോട് ചോദിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇപ്പം ഞാൻ എൻ്റെ കുറേ അനുഭവങ്ങൾ പറഞ്ഞു. വർഗീസ് ബ്രദറെ, മാതാവിനോട് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ചാപ്പലിൽ പോയിട്ട് അല്ലെങ്കിൽ ചാപ്പലിന് മുമ്പിൽ പോയിട്ട് മുട്ടുകുത്തി ഒരു 203 മണി ജപം ചൊല്ലിയിട്ട് പറയണം, പരിശുദ്ധ അമ്മയെ, വൈദികരുടെ നാഥയാണല്ലോ അമ്മ, എനിക്ക് വിശുദ്ധ കുർബാനയും കുമ്പസാരവും തരണം. അങ്ങനെ ഈ മനുഷ്യൻ്റെ മകള് പഠിക്കുന്ന കൊട്ടിയത്ത് ഹോളി ക്രോസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കയറി ചാപ്പൽ തുറന്നു കിടപ്പുണ്ട്. അതായത് ഞാൻ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് 203 മണി ജപം ചൊല്ലി ലുത്തീനിയ കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തെ തോളയിൽ ഒരു മനുഷ്യൻ കൈയിട്ടു, തൊട്ടു. വർഗീസ് ബ്രദറാണ്. അതെ, ഞാൻ ഇന്നൊരു അച്ഛനാണ്, ഞാൻ കൊല്ലത്ത് കപ്പൂച്ചൻ ആശ്രമത്തിൽ അച്ഛനാണ്. രാവിലെ ഒരു ക്ഷീണം വന്നു. അപ്പോൾ എനിക്കൊരു ശക്തമായ പ്രേരണ, കൊല്ലത്ത് ഈ ഹോളി ക്രോസ് 30 കിലോമീറ്റർ അകലെയാണ്, കൊട്ടിയത്ത് വരണോ. അവിടെ ഞാൻ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. എനിക്ക് രാവിലത്തെ കുർബാന കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഒരു പ്രേരണ കിട്ടുകയാണ്. എന്നോട് ആരോ പറയുകയാണ് ബലി അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വർഗീസ് എന്ന് പറഞ്ഞ മകനെ അവിടെ വെച്ച് കുമ്പസാരിപ്പിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പറയണം, ഒരു കുർബാന പോലും മുടങ്ങിയിട്ടില്ല. ഞാനിത് നിങ്ങളോട് പറയുന്നതിന് കാരണം, നിങ്ങൾ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയുടെ അനുഭവം നമുക്ക് വേണം. കുർബാന വിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യരുത്. കാരണം കുർബാന വിശുദ്ധർ, ഞാൻ പറയുന്നത്, നിങ്ങൾ വേറെ ആരെയും നിങ്ങൾ ഫോളോ ചെയ്യരുത്. വിശുദ്ധരെ നോക്കി വിശുദ്ധരാകാനായിട്ട് 3 വഴി ഞാൻ പറയാം. ഞാൻ എല്ലാ വിശുദ്ധരെയും പഠിച്ചപ്പോൾ അവർക്ക് 3 പ്രത്യേകതയുണ്ടായി. ഒന്നാമത്തെ പ്രത്യേകത, എല്ലാ വിശുദ്ധരും അനുദിന വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധമുണ്ടായി. 2, അവരുടെ എല്ലാ അമ്മ പരിശുദ്ധ അമ്മയായിരുന്നു. 3, അവര് സഭയെ സ്നേഹിച്ചു, സഭയെ ബഹുമാനിച്ചു, സഭയെ അനുസരിച്ചു. 3 കാര്യങ്ങൾ വിശുദ്ധരിയും. നമുക്കറിയാം, വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രത്തോട് നോക്കിയേ, ഇവരെല്ലാം ഇത് ചെയ്തവരാണ്. സഭയെ സ്നേഹിച്ചവരാണ്, സഭയെ അനുസരിച്ചവരാണ്,
കുർബാനയെ കെട്ടിപ്പിടിച്ചവരാണ്, മാതാവിൻ്റെ കൂട്ടായ്മയിലുള്ളവർ. അപ്പം നമുക്ക് വിശുദ്ധരാകാനുള്ള വഴികളാണിത്. അപ്പോൾ വിശുദ്ധരൊക്കെ ജീവൻ നോക്കിയേ, അവരൊക്കെ എത്രയോ നമുക്കറിയാം. ഈ ഗാഡിലിപ്പ എന്ന് പറയും മെക്സിക്കോ. അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ആ പ്രത്യക്ഷീകരണം വഴി 80 ലക്ഷത്തോളം മെക്സിക്കോക്കാര് കത്തോലിക്ക സഭയിൽ അംഗമായി. ആ സമയത്ത് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം യൂറോപ്പിൽ നടന്ന് 30 ലക്ഷത്തോളം പേര് സഭ വിട്ടുപോയ സമയത്താണ് പരിശുദ്ധ അമ്മ ജുവാൻ എന്ന് പറയുന്ന ഒരു ആദിവാസി പയ്യനാണ്. അതിനൊരു പ്രത്യേകത, 12 കിലോമീറ്റർ കാട്ടിക്കൂടെ നടന്ന് വിശുദ്ധ കുർബാനിക്കും. 12 കിലോമീറ്റർ വെളുപ്പിനെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനിക്കും. അങ്ങനെ പോകുന്ന ആ ചെറുപ്പക്കാരന്റെ മുമ്പിലാണ്, ഈ ആദിവാസിയായ പയ്യന്റെ മുമ്പിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വഴി വലിയ മാറ്റമുണ്ട്. നമ്മൾ നോക്കണം, കുർബാനയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുക. വിശുദ്ധരൊക്കെ അങ്ങനെയാണ്. നമുക്കറിയാം, ഇന്ന് സ്വർഗീയ മദ്രസയാണ് ഈജിപ്തിലെ മറിയം. ഈജിപ്തിലെ മറിയം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നദിയുടെ മുകളിൽ കൂടെ പോയെന്നാണ് പറയുന്നത്. മാർഗരറ്റ് മേരി അലഗോക്ക് എന്ന് പറയുന്ന വിശുദ്ധ പറയണത്, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഞാൻ തീയുടെ മുകളിൽ കൂടെ പോകുന്ന പറഞ്ഞു. നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ പവർ പഠിക്കണം. കത്തോലിക്ക സഭയിലെ വിശുദ്ധരെല്ലാം പറയണത്, വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുർബാനയുടെ മുമ്പിലേക്ക് ഇരിക്കാൻ തുടങ്ങും. കുർബാനയുടെ മുമ്പിൽ ശരീരം വെച്ചു കൊടുക്കാൻ തുടങ്ങും. കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കാൻ തുടങ്ങും. എന്നിട്ട് നമ്മളവിടെ കരയാൻ തുടങ്ങും. ഞാനിത് ചുമ്മാ പറയണതല്ല. നമ്മളൊരു ദേവാലയത്തിൽ, കത്തോലിക്ക ദേവാലയത്തിൽ, ഇപ്പം എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞാൽ എനിക്കൊരു പരിധിയുണ്ട്. പക്ഷേ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ദേവാലയത്തിൽ സക്രാരിക്കകത്തിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ ഒരു വ്യക്തി ആരും അറിയുന്നില്ല മുട്ടുകുത്തി പൊട്ടിക്കരയാന്ന് വിചാരിക്കുക. ഈ കണ്ണുനീര് ഈശോയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല. ലാസറിന്റെ കബറിടത്തിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ പെങ്ങന്മാരെ കരയുന്ന കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തവനാ ഈശോ. പെങ്ങന്മാരുടെ മുമ്പിൽ വെച്ച് ലാസറിന്റെ ഈ മരണത്തെ ഓർത്ത് കരഞ്ഞവനാ ഈശോ. എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു വിഷമിച്ച് സങ്കടപ്പെട്ട് ഒരു ദേവാലയത്തിൽ, ആടൊഴിഞ്ഞൊരു ദേവാലയത്തിൽ പോയി എൻ്റെ അപ്പാ, എൻ്റെ അപ്പച്ചാ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി അപ്പൻ ഇറങ്ങി വരും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാ വിശുദ്ധരൊക്കെ. അൽഫോൻസാമയുടെ ശക്തി എന്താ? അൽഫോൻസാമ പറയണത് എൻ്റെ ശക്തി, മറിയം ത്രേസ്യ പറയണത് എൻ്റെ ശക്തി, ചാവറ പിതാവ് പറയണത് എൻ്റെ ശക്തി എന്ന് പറയണത് പരിശുദ്ധ കുർബാനയാ. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയരട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഈശോയെ നന്ദി. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാ ഈശോയുടെ മക്കളെ ഈ രഹസ്യങ്ങൾ പഠിക്കണം. ഈ പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ പഠിക്കണം. കത്തോലിക്ക സഭയില് വിശുദ്ധന്മാര്, വിശുദ്ധ ഫിലിപ്പിനേരി പറയണത് 3 സഭയും ഒന്നാകുന്ന ഒറ്റ കൂദാശയുള്ളതാ പറയണത്. 3 സഭ ഏതാ? 1 വിജയസഭ, 2 സമരസഭ, 3 സഹനസഭ. വിജയസഭ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഈശോയ്ക്ക് വേണ്ടി സഹിച്ചു ജീവിച്ച്, വിശ്വാസത്തെ പ്രതി ജീവിച്ച്, മരണശേഷം സ്വർഗത്തിലെത്തിച്ചേർന്ന വിശുദ്ധരും രക്തസാക്ഷികളും വേദപാരംഗതരും വാഴ്ത്തപ്പെട്ടവരുമുള്ള സഭയാണ് വിജയസഭ. വിജയസഭ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സഭ, അതാണ് വിജയസഭ. രണ്ടാമതൊരു സഭയുണ്ട്, സഹനസഭ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1031 മുതൽ പേജിൽ പറയുക, അതായത് തനത് വിധിയിലൂടെ ഒരു വ്യക്തി സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ലാത്ത, പൂർണ്ണ വിശുദ്ധിയില്ല എന്ന നരകത്തിലേക്ക് പോകാൻ തക്ക മാരക പാപം അവസ്ഥയില്ല. അതുകൊണ്ട് ഈ വ്യക്തിയെ താൽക്കാലികമായി ശുദ്ധീകരിക്കാൻ ദൈവം ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നതാ പർഗട്ടറി അഥവാ ശുദ്ധീകരണ സ്ഥലം. 3-ാമത്തെ സഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സമരസഭ. ജഡത്തോടും പിശാചിനോടും ലോകത്തോടും പോരാടുന്ന മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള ഏകദേശം 128 കോടി വിശ്വാസ സമൂഹമുള്ള ഈ സഭ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സഭയാണ് സമരസഭ. എന്നിട്ട് ഈ വിശുദ്ധ ഫിലിപ്പിനേര് പറയാണ്, ഈ 3 സഭയും ഒന്നാകുന്ന ഒറ്റ കൂദാശയുള്ളൂ. അതായത് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയണ ഈ ബലിപീഠത്തിന്റെ പരിസരത്ത് പരിശുദ്ധ അമ്മയുണ്ട്. എന്നിട്ട് ഫിലിപ്പിനേര് പറയാ, വിശുദ്ധ ഫിലിപ്പിനേര് പറയാ, ഓരോ ബലിയർപ്പണ സമയത്തും ബലിപീഠത്തിന്റെ വലതുവശത്ത് അമ്മ മാതാവ് കൈകൂപ്പി പിടിച്ച് നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങളുടെ വേദനയെല്ലാം ഈ പ്രിയപ്പെട്ട മകന്റെ ബലിയിലേക്ക് ചേർത്ത് സമർപ്പിക്കുന്നുണ്ട്. ഇവിടെ മുഴുവൻ വിശുദ്ധര് നിൽക്കുന്ന അതിവിശുദ്ധ സ്ഥലമാ. രണ്ടാമത്തെ സ്ഥലം വിശുദ്ധ ഫിലിപ്പിനേര് പറയുന്നത്, രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കൊണ്ടുവരുന്നത്. ശുദ്ധീകരണാത്മാക്കളുടെ മധ്യസ്ഥനായ വിശുദ്ധ നിക്കോളോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്
ഈ ശുദ്ധീകരണ സ്വരത്തിലെ ആത്മാക്കള് ഈ 3 സഭ, അതായത് സമരസഭ നമ്മളിവിടെ നിൽക്കുന്നു, രണ്ടാമത്തെ സഭയായ സഹന സഭ ഇവിടെ നിൽക്കുന്നു, 3 വിജയസഭ, ഇത് 3 ഒന്നിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ശുദ്ധീകരണ സ്വരത്തിൽ നിന്ന് ഈ ആത്മാക്കൾ വന്നിട്ട് ഫിലിപ്പിനേരിയും ജദ്രൂതും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. കൈകൂപ്പി പിടിച്ച് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ഇവിടെ ഒന്നാം പെസഹ തിരുനാൾ അതിൽ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ നേരെ കൈകൂപ്പിക്കൊണ്ട്, ഇപ്പൊ ഞാനിവിടെ ഇന്ന് വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കുടുംബശാഖകളിൽ മരിച്ചവരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ പ്രാർത്ഥന ആവശ്യമുള്ള ശുദ്ധീകരണാത്മാക്കള് എൻ്റെ നേരെ കൈകൂപ്പി പിടിച്ചിട്ട് പറയും, മോനെ തോമസേ, എനിക്ക് വേണ്ടി ഈ ബലിയിലൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മൾ മറന്നു പോകുന്നു. വിശുദ്ധ പാതിരിപ്പിയോ അദ്ദേഹം രാത്രിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശുദ്ധീകരണാത്മാവ് എന്നെ പോകുന്ന സമയത്ത് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കാം. വിശുദ്ധ യൂപ്രാസ്യമ്മ, കേരളത്തിന്റെ പ്രിയപ്പെട്ട മകളായ വിശുദ്ധ യൂപ്രാസ്യമ്മ, ഒല്ലൂരിലെ പ്രിയപ്പെട്ട മകള്, CMC സന്യാസഭ ഇറക്കിയൊരു പുസ്തകമുണ്ട്. അഭിവന്ദ്യ ജോൺ മേനേച്ചേരി പിതാവിന് എഴുതിയ കത്തുകളുടെ ഒരു പുസ്തകം, 120ഓളം കത്തുകളുടെ ഒരു പുസ്തകം. അതില് 67, 68, 119, 120 4 കത്ത് തൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചു വന്ന ശുദ്ധീകരണാത്മാക്കൾ. അതിൽ 68ാമത്തെ കത്ത് പറയുക, ഞാൻ ഈ കോൺവെന്റിൽ ചേർന്നപ്പോൾ ഈ കോൺവെന്റിൽ ലോക്കൽ സുപ്പീരിയറായ മദർ ബിയാട്രസ് മരിച്ചിട്ട് വർഷങ്ങളായി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുക. എനിക്ക് അറിയത്തില്ല. ഞാൻ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അനുവദിച്ചിട്ട് എൻ്റെ അടുത്തിൽ വന്നു. അപ്പൊ ചോദിച്ചു, അമ്മേ, അമ്മ ഇപ്പോൾ എവിടെയാ? ഞാൻ ശുദ്ധീകരണ സ്ഥലത്തില്ല. അപ്പൊ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പരിഹാര പ്രാശ്ചിത്ത പ്രാർത്ഥനകൾ ചെയ്യാം. എന്നിട്ട് പറയുക, ഓരോ വിശുദ്ധ കുർബാനയിലും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. മാർഗരറ്റ് മേരി അലഗോക്ക് എന്ന് പറയുന്ന വിശുദ്ധ ഒരിക്കൽ ദേവാലയത്തിൽ ഇരുന്ന് ദിവ്യകാരുണ്യ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അനുവദിച്ചിട്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ഒരു വൈദികന്റെ ആത്മാവ് 8 വർഷമായി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ബെനഡിക്റ്റൻ സഭയിലെ വൈദികൻ മാർഗരറ്റ് മേരി അലഗോക്കത്തിന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ചോദിച്ചു, അങ്ങാരാണ്? ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു ആത്മാവാ. എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത്? നൗഷേറ്റ് കാലത്ത് സിസ്റ്ററിനെ ഞാൻ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. ഈശോ അനുവദിച്ചു. മാർഗരറ്റ് മേരി അലഗോക്കിനോട് പറഞ്ഞാൽ അലഗോക്ക് വിശുദ്ധ കുർബാനയിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങനെ രക്ഷപ്പെടും. പ്രിയപ്പെട്ട മക്കളെ, ഈ മാർഗരറ്റ് അലഗോക്ക് പറയുകയാണ്, 1.5 മാസം ഓരോ പരിഹാര പ്രാർത്ഥനയിൽ അത് മുഴുവൻ പരിശുദ്ധ അമ്മ വഴി ബലിയിൽ സമർപ്പിച്ചപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസം 1.5 മാസത്തിന് ശേഷം തേജസ്സിറ്റ മുഖവുമായി ബെനഡിക്റ്റ് സഭയിലെ അച്ഛൻ നന്ദി പറഞ്ഞ് സ്വർഗത്തിൽ പോയതാണ്. ഇതൊക്കെ വിശുദ്ധരി ചുമ്മാ പറയണതല്ല. വിശുദ്ധരി ചുമ്മാ 36 വേദപാരംഗതരുടെ സഭയിൽ. അതിൽ വേദപാരംഗത്തിന് അമ്മ ത്രസ്യ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ശുദ്ധീകരണാത്മക. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മുടെ അടുത്ത് വരുന്നില്ലല്ലോ. നമ്മുടെ അടുത്ത് വരത്തില്ല. കാരണം കടമുള്ളവരോട് ചോദിക്കത്തില്ല, സമ്പത്തുള്ളവരോട് ചോദിക്കത്തുള്ളൂ. എന്നാൽ ചില വിശുദ്ധരുടെ അടുത്ത് ഈശോ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ഒറ്റ കാര്യം പറയുള്ളൂ, എല്ലാ ആത്മാക്കളും രക്ഷപ്പെടുന്നത് വിശുദ്ധ കുർബാന വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജപമാല ചൊല്ലുമ്പോഴും കരുണക്കൊന്ത ചെല്ലുമ്പോഴും കുരിശിന്റെ വഴി ചെല്ലുമ്പോഴും ഇന്ന് വൈകുന്നേരം ഇതിനുശേഷം ഇവിടെ അർപ്പിക്കാൻ പോകുന്ന ബലിയിലാണ് ഇത് സമർപ്പിക്കേണ്ടത്. ഇനി അടുത്ത പ്രാർത്ഥന കൂടെ നിങ്ങൾ അടുത്ത കുർബാന എപ്പോഴാണോ ആ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതാണ്. ഇപ്പൊ ഞാൻ ഇന്ന് മുഴുവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഇന്നത്തെ ബലിയിലാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഓരോ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാന, അത് പറയുന്നത് വിശുദ്ധർ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ബലിപീഠത്തിൽ ഈശോയുടെ ബലിയോട് ചേർത്ത് വെക്കണം. അങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥിക്കേണ്ടത് ചുമ്മാ പ്രാർത്ഥിക്കുക. ഒരു ജപമാല ചൊല്ലുമ്പോൾ, ഒരു കരുണക്കൊന്ത ചെല്ലുമ്പോൾ, ഒരു കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹന പ്രാർത്ഥനകൾ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ ഈ സഹനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധി അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഇന്ന് ഭൂലോകത്ത് അർപ്പിക്കുന്ന ജീവനുള്ള പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കുന്നെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പൂർണ്ണത എത്തുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ട മക്കളെ, 1/2 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് തിരുസഭ മാതാവ് പൂർണ്ണ ദണ്ഡമോചനം നൽകുന്നുണ്ട്. 1/2 മണിക്കൂർ ഈ ചാപ്പലിൽ പോയിരുന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരുന്ന് ഈശോയുടെ മുമ്പിൽ പോയി ഈ നാഥനെ ആശ്വസിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ചാൽ പൂർണ്ണ ദണ്ഡമോചനം കിട്ടും. ഞാൻ നിങ്ങളോട് പറയുന്നത്, വിശുദ്ധര് പറഞ്ഞ പാതിരിപ്പിയ പറയുന്നത്, മറ്റെല്ലാ പ്രവൃത്തികളും മനുഷ്യന്റെ പ്രവൃത്തിയാണ്. ത്യാഗം
അല്ലെങ്കിൽ നമ്മൾ നൊവേന ചെല്ലുന്നു, കർണക്കൊന്ത ചെല്ലുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉപവാസം എടുക്കുന്ന എല്ലാം മാനുഷിക പ്രവൃത്തിയാണ്. എന്നാൽ ദൈവിക പ്രവൃത്തിയാണ് പരിശുദ്ധ കുർബാന. നീതിമാനായ ദൈവവും പാപിയായ മനുഷ്യനും നേർക്ക് നേർ നിൽക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ദൈവത്തിൻ്റെ കരുണ ഒഴുകുന്ന ഞാൻ ചിലർ പറയും കുർബാന സ്വീകരിക്കാൻ പോയി. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. ഈശോ നമ്മളെ സ്വീകരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. കടലിൽ ചെന്ന് നദി ചേരത്തില്ല, നദി ചെന്നാണ് കടലിൽ ചെല്ലുന്നത്. ഇപ്പൊ ഞാനും നിങ്ങൾക്കും കുർബാന സ്വീകരിക്കാൻ, കുർബാനയിൽ പങ്കെടുക്കാൻ, കുർബാന അർപ്പിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. യോഹന്നാൻ 6:44 പറയുന്നില്ലേ, എൻ്റെ പിതാവ് ആകർഷിക്കപ്പെടാതെ ഒരുവൻ പോലും എൻ്റെ അരികിൽ വരത്തില്ലെന്ന് പറഞ്ഞത്. ഇത് പിതാവ് ആകർഷിക്കപ്പെട്ട ഒരു വലിയ ദൈവിക രഹസ്യമാണ് പരിശുദ്ധ കുർബാന. നൈറ്റ് വിജിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തോട് ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ വേറൊരിടത്തേക്ക് നിങ്ങൾ ഓടണ്ട, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. വചനം പഠിക്കണം, നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്ക്, കൃപ കിട്ടും. പ്രാർത്ഥിക്ക്. അങ്ങനെ പ്രാർത്ഥിച്ചവരല്ലേ വിശുദ്ധന്മാര്, വിശുദ്ധകളൊക്കെ മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേ? ഇഗ്നേഷ്യസ് ലയോള 8 മണിക്കൂറാ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച മനുഷ്യനാണ്. 8 മണിക്കൂർ. വിശുദ്ധ ജോണ്ട എന്ന് പറയുന്ന വിശുദ്ധയുണ്ട്, മുട്ടുമടക്കി കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു മരിച്ച വിശുദ്ധയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ഒക്കെ ജീവിതത്തിൽ അവർ കുർബാന എന്ന ശക്തി കിട്ടിയത്, പരിശുദ്ധ കുർബാന എന്ന പവർ കിട്ടിയത്. പരിശുദ്ധ കുർബാന, നീ വീണ്ടും പറയാം, പരിശുദ്ധ കുർബാന യോഗ്യതയോടെ നമ്മൾ സ്വീകരിക്കണം. നമുക്കറിയാം, ജ്ഞാനത്തിന്റെ പുസ്തകം 16:21 ഒരു വചനമുണ്ട്. ഭക്ഷിക്കുന്നവന്റെ രുചി അനുസരിച്ച് അപ്പം രൂപാന്തരപ്പെട്ടെന്നാണ് പറയുന്നത്. ഭക്ഷിക്കുന്നവന്റെ രുചി അനുസരിച്ച്. ശ്രദ്ധിക്കണേ. അതായത് ഇന്നിവിടെ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ, ബലിയർപ്പണം തുടങ്ങുമ്പോൾ 2 വ്യക്തികൾ കുർബാനയ്ക്ക് വരിക. ഒരു വ്യക്തിക്ക് ഭയങ്കര അഭിഷേകം, ഒരു വ്യക്തിക്ക് ഒട്ടും അഭിഷേകമില്ല. ഇത് കുർബാന അർപ്പിക്കുന്ന അച്ഛൻ്റെ കുഴപ്പമോ വിശുദ്ധ കുർബാനയുടെ ലിറ്റർജിയുടെ പ്രശ്നമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമുക്കറിയാം, ഈശോ മിശിഹ അന്ത്യത്താഴ സമയത്ത് ആദ്യത്തെ പഴയ പെസഹ കഴിഞ്ഞ് പുതിയ പെസഹായ്ക്ക് വേണ്ടി പുതിയ ഉടമ്പടി അർപ്പിച്ചതിന് ശേഷം ഈശോ തൻ്റെ അപ്പം എടുത്തിട്ട്, തൻ്റെ ശരീരം എടുത്തിട്ട് ആദ്യം കൊടുക്കുന്നത് യൂദാസിനാ. വചനം പറയുക, യൂദാസിനകത്തേക്ക് എന്ത് കയറി? പിശാച് കയറി. എന്ന് വെച്ചാൽ ഒരു വ്യക്തി യോഗ്യതയോടെ ഈശോയെ സ്വീകരിക്കുമ്പോൾ അഭിഷേകം ഇറങ്ങുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഭക്ഷിക്കുന്നവന്റെ രുചി അനുസരിച്ചിരിക്കും, നമ്മുടെ മനോഭാവം അനുസരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നാളത്തെ ബലിക്ക് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങണം. നമ്മുടെ സഹനങ്ങൾ, വേദനകൾ, പാപം, വിഷമം, സങ്കടം, നിരാശ എല്ലാം അമ്മമാതാവിൻ്റെ വിമല ഹൃദയം വഴി ഇപ്പം അർപ്പിക്കുന്ന ബലിയിൽ കാസയിലേക്കും പീലാസയിലേക്കും ചേർത്ത് വെച്ചിട്ട് അങ്ങ് സമർപ്പിച്ച്. ഞാൻ തുറന്നു പറയാം, കഴിഞ്ഞ 21 വർഷത്തെ അനുഭവത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറും 10ാം ക്ലാസ്സുകാരനാണ്. ഇപ്പോഴും ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ല. വലിയ പാണ്ഡിത്യമോ വലിയ തിയോളജിയോ വലിയ അറിവുകളോ എനിക്കില്ല. പക്ഷേ എന്നെ കർത്താവ് പഠിപ്പിച്ച കുറേ വഴികൾ ഞാൻ പറയാം. ഞാൻ സങ്കടം വരുമ്പോൾ ഓടിച്ചെന്ന് കരയുന്ന ഒരു സ്ഥലമുണ്ട്, പൊട്ടിക്കരയുന്ന ഒരു സ്ഥലമുണ്ട്, പരിശുദ്ധ കുർബാന. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീരൊഴുക്കിയത് കുർബാനയുടെ മുമ്പിലാണ്. ചില നിസ്സഹായ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിൽ എൻ്റെ അപ്പാന്ന് വിളിച്ച് കാറിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ അപ്പൻ എനിക്ക് ഉത്തരം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ കുർബാന മുടക്കരുത്. സാധിക്കും, നിങ്ങൾ വൈദികരെ നിർബന്ധിക്കണം. സ്കൂളിന് വേണ്ടി അല്ല നിർബന്ധിക്കേണ്ടത്. അച്ഛാ എനിക്ക് സ്കൂൾ അഡ്മിഷൻ വേണം, കോളേജിൽ അഡ്മിഷൻ വേണം, അതൊക്കെ ആരും കിട്ടും. നിങ്ങൾ നിർബന്ധിക്കണം. അച്ഛന്മാരോട് പറയണം, എനിക്ക് കുർബാന വേണം, എനിക്ക് കുമ്പസാരിപ്പിക്കണം, എനിക്ക് കുർബാന തരണം. ഞാൻ ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് പേരാമ്പര എത്തിയത്. എന്തിനാണെന്നറിയാമോ? എനിക്ക് വന്ന് കുർബാന മുടങ്ങും. എന്നോട് ഈശോ 3 മണി തൊട്ട് അവിടെ ഇരുന്നു. എന്തിനാണെന്നറിയാമോ? കുർബാനയ്ക്ക് വേണ്ടി 3 മണിക്കൂർ ഉറങ്ങാതിരുന്നു. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പല ദിവസവും രാത്രി ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? കുർബാന മുടക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം, തങ്കച്ചൻ തുണ്ടി എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട്, തെങ്ങ് കയറ്റക്കാരൻ മനുഷ്യൻ. ഈ ലോക്ക്ഡൗൺ കാലത്ത് ആ മനുഷ്യൻ 12-13 കിലോമീറ്റർ നടന്നുപോയി കുർബാനയ്ക്ക് പോകുന്നു. ബേബി ജോൺ കലയന്താനി എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് 1 മാസം ഒരു ആശ്രമത്തിന് വെളിയിൽ പോകാതിരുന്നു, കുർബാന മുടങ്ങാതിരിക്കാൻ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് തൊട്ടടുത്ത നിങ്ങളുടെ കുർബാന. ഇപ്പൊ പള്ളികളെല്ലാം തുറന്നിട്ടുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട. ലോകത്തിന്റെ ബാറുകളും എല്ലാം തുറന്നു വെച്ചിരിക്കുക. നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് സർക്കാർ പറയണം, നിയമം അനുസരിക്കട്ടെ, സാമൂഹിക അകലം പാലിച്ച് കുർബാന സ്വീകരിക്കുക, കുർബാനയുടെ ശക്തി പ്രാപിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയാം, കേരള കത്തോലിക്ക സഭയിൽ എല്ലാവരും ചേർന്ന് യോഗ്യതയോടെ
വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് വിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി. അതുകൊണ്ട് ഈ നൈറ്റ് വിജിലിന് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എന്ത് കൊടുക്കണം, എന്ത് സന്ദേശം കൊടുക്കണം. ഞാൻ എന്നോട് ഈശോ പറഞ്ഞു, വേറൊന്നും കൊടുക്കണ്ട, ഇത് കൊടുക്കണം, ജനത്തെ പഠിപ്പിക്കണം, വിശുദ്ധ കുർബാനയുടെ ശക്തി പഠിപ്പിക്കണം, വിശുദ്ധ കുർബാനയുടെ അഭിഷേകം പഠിപ്പിക്കണം, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ജനത്തെ കൊണ്ട് ഇരുത്തണം, അവരുടെ ശരീരത്തെ കൊണ്ട് ഇരുത്തണം. ചുമ്മാ പോയി ഇരിക്കട്ടെ, എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. അതുവഴി ലോകത്തിന് വിടുതൽ കിട്ടും. ഇത് വലിയ ദൈവിക രഹസ്യമാണ്. ദൈവമക്കളെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഈ ക്ലാസ്. ഒരു വ്യക്തി കത്തോലിക്ക സഭ വിട്ടുപോയാൽ 5 നഷ്ടമുണ്ട്, അറിയാവും? ഒരു വ്യക്തി കത്തോലിക്ക സഭ വിട്ടുപോയാൽ 5 നഷ്ടം പറയാം. ഒന്നാമത്തെ നഷ്ടം ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാന, അത് നഷ്ടമാകും. രണ്ടാമത്തെ നഷ്ടം പാപമോചനമായ കുംഭസാരം നഷ്ടമാകും. മൂന്നാമത്തെ നഷ്ടം പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധരുടെ കൂട്ടായ്മ നഷ്ടമാകും. നാലാമത്തെ നഷ്ടം എന്നറിയാമോ? മരണശേഷം പ്രാർത്ഥന നഷ്ടപ്പെടും. അഞ്ചാമത്തെ നഷ്ടം സഭയുടെ ദണ്ഡവിമോചനം നഷ്ടപ്പെടും. ഇതൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് സഭയിലാണ് ഈ നിധി ഒളിഞ്ഞു കിടക്കുന്നത്. ഇതൊരു വലിയ രഹസ്യമാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഈ നൈറ്റ് വിഷനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ ഇത് പങ്കെടുക്കുന്ന മക്കളെ, ഇപ്പോൾ ലോകത്തിൽ അനേക സ്ഥലത്ത് രഹസ്യമായി പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പറയാ, സൂര്യൻ എത്തിച്ചില്ലേലും ലോകം നിൽക്കും. 24 മണിക്കൂർ ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഈശോയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച്. ഞാൻ പറയാം, ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്കറിയാമോ, ഹൈറേഞ്ചിൽ ഒരു വൈദികൻ എന്ത് ചെയ്യുന്നറിയാമോ? ലോക്ക്ഡൗൺ കാലത്തൊക്കെ മലയുടെ മുകളിൽ വിശ്വാസ സമൂഹത്തെ കൂട്ടിയിരുത്തിയിട്ട് 5ഉം 8ഉം കുർബാന അർപ്പിച്ച വൈദികരുണ്ട്. 12 കുർബാന ഒരു ദിവസം അർപ്പിച്ച വൈദികരുണ്ട്. കുമ്പസാരക്കൂട്ടിൽ യാതൊരു മടിയും കൂടാതെ ഇരുന്നുണ്ട്. തിരുശരീരം തിരുരക്തത്തിൽ മുക്കി നാവിൽ കൊടുത്ത വൈദികരുണ്ട്. അവർക്കാർക്കും കൊറോണ പിടിച്ചിട്ടില്ല. എൻ്റെ ഇടവപ്പള്ളി അടച്ചിട്ടില്ല, അറിയാവോ? എൻ്റെ ഇടവപ്പള്ളി ഇതുവരെ അടച്ചിട്ടില്ല. കൊറോണയെ ജയിക്കാൻ ജീവന്റെ അപ്പമായത്, ജീവന്റെ അപ്പനാ ഇതിനകത്തിരിക്കുന്നത്. ഇത് ഔഷധത്തിന്റെ അപ്പമാ. പക്ഷെ നീ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ തുടങ്ങിയാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇതെല്ലാം കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങളൊന്ന് ഉയർത്തി പിടിക്കട്ടെ, കണ്ണടച്ചു പിടിക്കണം. എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ ലോകത്തിൽ നമ്മൾ ഒത്തിരി കുർബാന മുടക്കിയിട്ടുണ്ട്. മരണശേഷം എല്ലാവരും നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നല്ല പ്രധാനം. ദൈവത്തിന്റെ കരുണ ഇറങ്ങി വരുന്നതാ പരിശുദ്ധ കുർബാന. പാപിയായ മനുഷ്യനെ ദൈവം കെട്ടിപ്പിടിക്കുന്നു. എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, ഞാൻ കുറവുള്ളവനാ, നമ്മൾ കുറവുള്ളവനാ. പക്ഷേ കർത്താവിന്റെ കരുണ കെട്ടിപ്പിടിക്കുന്നതാ വിശുദ്ധ കുർബാന. പാപിയായ മനുഷ്യനെ ഈശോ അവന്റെ രക്തം കൊണ്ട്, നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന് പുത്രനായ ഈശോ കാൽവരി കുരിശിൽ 3 ആണിമേൽ തൂക്കപ്പെട്ട് പിടഞ്ഞു മരിച്ചതാ ലോകത്തിലെ ഏറ്റവും വലിയ ആരാധന. അതേ ആരാധനയാ ഓരോ ബലിപീഠത്തിലും നടക്കുന്നത്. ഈശോയുടെ കാൽവരി കുരിശിന്റെ തനിയാവർത്തനമാണ് പരിശുദ്ധ കുർബാന. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. കർത്താവേ, ഓരോ സക്രാരിയിലും ഞങ്ങൾക്ക് വേണ്ടി സ്നേഹിച്ചിരിക്കുന്ന അപ്പാ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ. മറയ്ക്കപ്പെട്ട വലിയ സത്യമാണല്ലോ പരിശുദ്ധ കുർബാന, മറയ്ക്കപ്പെട്ട സത്യമാണല്ലോ. ഈശോ 2ാം വരവിൽ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ സത്യം, ഞാൻ കുർബാനയിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഈശോയെ. തുടർന്ന് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പോകുമ്പോൾ, കർത്താവേ, ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പവർ എല്ലാ കുടുംബങ്ങളും വ്യാപരിക്കട്ടെ. ദിവ്യബലി അർപ്പിക്കാൻ വൈദികരെ ഒരുക്കണമേ, ദൈവവിളി ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കരങ്ങൾ ഹൃദയത്തിൽ. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ, സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. ജീവിതം കൊണ്ട് ജീവിതം
സ്നേഹം സഹനമാണ്. സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ചേർന്ന് പാടാം. ദിവ്യകാരുണ്യമേ ദൈവമേക്കാളും ഈശോ എളിമപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ദിവ്യകാരുണ്യമേ സ്നേഹമേ ദിവ്യകാരുണ്യമായി ഈശോയെ എന്നെ തേടി സ്നേഹിക്കുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടാം. ആനന്ദത്തോടും ഒരിക്കൽ കൂടെ കരങ്ങൾ രണ്ടും ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ രാത്രി മുഴുവൻ ദൈവാഭിഷേകം വ്യാപരിക്കട്ടെ, കൃപയൊഴുകട്ടെ, പരിശുദ്ധ കുർബാനയുടെ ഭാവമൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്.